ഇൻഷാ അല്ലാഹ് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സാധാരണക്കാരോട് ഒരു കാര്യം എനിക്ക് 100% ഉറപ്പാണ്. കുറേ കാലമായി നമ്മൾ കുലിക്കാൻ തുടങ്ങിയിട്ട് പരിപൂർണമായൊരു കുലി ഇന്ന് വരെ കുലി സഹിയായിട്ടില്ല എന്നല്ല, സഹിയായിട്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല, അതിൻ്റെ എല്ലാ സുന്നത്തുകളും ഉൾക്കൊള്ളിച്ചും കൊണ്ടുള്ളൊരു കുലി ഞാനടക്കം കൂട്ടിക്കൊള്ളിഞ്ഞ. അപ്പം നിന്റെ നഫ്സിനെ ഒന്ന് പൊക്കി പൊരിക്കണില്ല, ഞാനടക്കം നമ്മളിൽ പലവരും കുലിച്ചിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത് പറയുമ്പോൾ നിങ്ങൾക്ക് തിരിയും. ഇന്ന് ഞാൻ കുറച്ച് പറയും, എല്ലാതും കൂടി പറയാൻ ഇവിടെ സമയമില്ല. കാരണം ഇതിൻ്റെ ആ ഒന്നാമത്തെ ഒരു സുന്നത്ത് പറയുമ്പോൾ തന്നെ ഒരുപാട് സാധാരണക്കാർ തെറ്റിദ്ധരിച്ച 1-2 വിഷയങ്ങൾ അവരെ സൂചിപ്പിക്കാനുണ്ടായത് കൊണ്ട് കുറച്ചു പറയാം ഇൻഷാ അല്ലാഹ്. ബാക്കി നമുക്ക് ഉച്ചൻ്റെ ശേഷം ക്ലാസ് ഒന്നുമില്ല, പറ്റെങ്കിൽ ഉച്ചൻ്റെ ശേഷം സവാമ പറഞ്ഞ മാതിരി ആ ഉച്ചക്ക് ഉറക്കം തൂങ്ങുന്ന നേരം തന്നെയല്ല സവാമ, ആ ഉച്ചക്ക് ഏകദേശം ഒരു ഇന്ത്യൻ സമയം 2 മണി 3 മണിക്കാവുമ്പോൾ എല്ലാവരും ഉറക്കം തൂങ്ങുന്ന നേരാണ്. അപ്പോൾ 4 ഇട്ടുകൊടുത്താൽ ക്ലാസ് റൂം ഇൻഷാ അല്ലാഹ് ഒന്ന് സജീവാവും. അല്ലാഹു തആല നമുക്ക് നല്ലത് പറയാനും നല്ലത് കേൾക്കാനുമുള്ള തൗഫീഖ് അല്ലാഹു നൽകട്ടെ. കാരണം ഒരുപാട് നന്മകൾ പറയുമ്പോൾ അത് ജീവിതത്തിൽ പകർത്തുന്ന മുഅ്മിനീങ്ങളുണ്ട്. അല്ലാഹു തആല നമ്മുടെ ഇൽമു നാഫിയാക്കി തീർമാറാവട്ടെ. അപ്പോൾ ഞാൻ നിർബന്ധമായ കുലിയിൽ സാധാരണക്കാർ ശ്രദ്ധിക്കാതെ പോയ ആ വിഷയത്തിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. കാരണം അതൊക്കെ നമ്മൾ പല പ്രാവശ്യം പല ക്ലാസ്സുകളിലുമായി പറഞ്ഞതാണ്. ഇപ്പോൾ നമ്മുടെ കുലിയുടെ സുന്നത്തുകളെ കുറിച്ചാണ് പറയുന്നത്. എങ്ങനെയാണ് ഒരു അഫ്ളലായ രൂപത്തിൽ കുലിക്കുക, ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും ഇങ്ങനെ കുലിക്കാനുള്ളൊരു ഭാഗ്യം അല്ലാഹു KMIC പ്രദാനം ചെയ്യട്ടെ. എൻ്റെ പ്രായമായ കുറേ സഹോദരിമാർ ക്ലാസ് കേൾക്കുന്നുണ്ട്. ഓല് ചിലപ്പം കണ്ണിന്ന് വെള്ളം പൊറ്റിക്കല്ലാതെ മാർഗം ഉണ്ടാവില്ല. കാരണം ഭർത്താവും മരിച്ചിട്ടുണ്ടാവും, മെൻസസ് പീരീഡിൻ്റെ കാലാവധിയും കഴിഞ്ഞു. റബ്ബേ, അബുറയ്യ ഉസ്താദ് പറഞ്ഞ മാതിരി ഒരു പരിപൂർണമായ സുന്നത്തുകളൊക്കെ പാലിച്ച് ഒരു ജീവിതത്തിൽ പല പ്രാവശ്യം കുലിച്ചിക്കണമെങ്കിൽ ഇങ്ങനൊരു കുലിക്കാൻ സാധിച്ചില്ലല്ലോ എന്ന് ചിന്തിക്കുന്നവരുണ്ടാവും. അല്ലാഹു തആല ഏതായിരുന്നാലും ഇനിയുള്ളവർക്ക് ആ ഭാഗ്യം അല്ലാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ എന്ന് പറഞ്ഞ് നമ്മൾ മെൻസസ് പീരിയഡുമായി ബന്ധപ്പെട്ടത് മാത്രമല്ല, അപ്പോൾ സാധാരണ വലിയ അശുദ്ധി, അതായത് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ശാരീരികമായി ബന്ധപ്പെട്ടതിൻ്റെ പേരിൽ കുലി നിർബന്ധമാകുമ്പോൾ അവിടെ പ്രത്യേകമായ ചില സുന്നത്തുകളുണ്ട്. അത് ചിലപ്പം ഭാര്യ ഭർത്താക്കന്മാരുമായി ബന്ധപ്പെട്ടതിൻ്റെ പേരിൽ മാത്രമേ ഇക്കോന്നില്ല, ചിലപ്പോൾ സ്വപ്നസ്ഖലനം സംഭവിക്കാം, അപ്പോഴും ഈ സുന്നത്തുകൾ ബാധകമാണ്. അതിൽ പ്രധാനപ്പെട്ടൊരു സുന്നത്ത് അത് പലവരും ചെയ്യുന്നുണ്ടാകും, പക്ഷെ അവരൊരു ചെറിയ തെറ്റുധാരണ തിരുത്താൻ വേണ്ടിയിട്ടാണ് ഞാനിത് ആദ്യം പറയുന്നത്. ഒന്ന്, കുലിക്കുന്നതിന് മുമ്പ്, അതായത് സ്ഖലനം സംഭവിച്ച വ്യക്തി സ്ഖലനം സംഭവിക്കൽ കാരണമാണ് കുലി നിർബന്ധമായി എന്ന് വെക്കുക. അത് ഒന്നിരിക്കെ ശാരീരികമായ ബന്ധം കാരണമായിരിക്കും സ്ഖലനം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നിലക്കുള്ള സ്ഖലനമായിരിക്കാം, ഇനിയൊരു ഹറാമായ രൂപത്തിലുള്ള സ്ഖലനമാണ് തന്നെ വെക്കുക. എന്നാലും ഇത് ഈ സുന്നത്തൊക്കെ ബാധകമാണ് കേട്ടോ. അതൊരു തെറ്റുധാരണ എല്ലാവരും തിരുത്തണം. ഒരാൾ അടുക്കൽ നിന്നൊരു ഹറാമ് സംഭവിച്ചു, അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. അങ്ങനെ ഒരു ഹറാമ് സംഭവിച്ചതിൻ്റെ പേരിലാണ് ഒരു കുലി നിർബന്ധമായി. ആ കുലിക്കും ഈ സുന്നത്തുകൾ ബാധകമാണ്. കുലി നിർബന്ധമായത് ഏത് കാരണം കൊണ്ട് എന്നതിലേക്ക് നോത്തല്ല, വിഷയങ്ങൾ ഇതൊക്കെയും ബാധകമാണ്. അപ്പൊ സ്ഖലനം സംഭവിച്ച വ്യക്തിയാണ് നോക്കുക. സ്ഖലനം സംഭവിച്ച് കുലി നിർബന്ധമായവനാണെങ്കിൽ കുലിക്കുന്നതിന് മുമ്പ് മൂത്രമൊഴിക്കൽ സുന്നത്താണ്. ഞാൻ അവരൊരു ചെറിയ പോയിന്റ് പറയാണ്. ഇന്നത് പല ചെറുപ്പക്കാരും ചോദിച്ച ഒരു സംശയമാണ്. ചിലപ്പം ശാരീരികമായി ബന്ധപ്പെടുന്നതിന് മുമ്പ് മൂത്രക്കൊഴിച്ചൊന്ന് വൃത്തിയാക്കും, പിന്നെ ശാരീരികമായി ബന്ധപ്പെട്ടു അല്ലെങ്കിൽ സ്ഖലനം സംഭവിച്ചു, പിന്നെ അവനിക്ക് പെട്ടെന്നൊന്നും മൂത്രമൊഴിക്കാൻ ഉണ്ടാവില്ല. മനസ്സിലാക്കണം, എല്ലാം പറയുന്നത് ശ്രദ്ധിക്കണം കേട്ടോ. പുതിയ ശ്രോതാക്കളെ കൂടി പരിഗണിച്ചിട്ടാണ് ഞാൻ ഈ വിഷയം അവതരിപ്പിക്കുന്നത്. മുമ്പും ഇതേമാതിരി വിഷയം കുറേ മാസങ്ങൾക്ക് മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, കേട്ടവർ ക്ഷമിക്കണം എന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ്. അപ്പോൾ ഒരാൾ ശാരീരികമായി ബന്ധപ്പെടുന്നതിന് മുമ്പ് ഒരിക്കൽ മൂത്രമൊഴിച്ചിരുന്നു. സാധാരണഗതിയിൽ ഇപ്പം നമ്മൾ മൂത്രമൊഴിച്ചൊക്കെ ഒഴിച്ചാൽ പിന്നൊന്ന് മൂത്രമൊഴിക്കണമെങ്കിൽ ഒരു 3/4 മണിക്കൂർ 1 മണിക്കൂറൊക്കെ പിടിക്കും, അല്ല സവാമ?
ചിലപ്പോൾ നമ്മളിപ്പോൾ ഒരു 11 മണിക്കൊന്ന് മൂത്രം ഒഴിച്ചു, പിന്നെ നമുക്കൊന്ന് മൂത്രം ഒഴിക്കണമെങ്കിൽ ചിലപ്പോൾ ഒരു മണിക്കൂറൊക്കെ അത് കഴിയും. ഇവിടെ വരുന്നൊരു വിഷയമാണ് ഞാൻ പറയുന്നത്. ശാരീരികമായി ബന്ധപ്പെടുന്നതിന് മുമ്പ് ഇവൻ മൂത്രമൊക്കെ ഒഴിച്ചു ഓലൊക്കെ ഉണ്ടാക്കി അങ്ങനെ ഒരുപാട് സുന്നത്തുകൾ ആ വിഷയത്തിനുണ്ടല്ലോ. അങ്ങനെ ഇൻസാലായി സ്ഖലനം സംഭവിച്ചു. ഓനിക്കാണെങ്കിലോ പെട്ടെന്ന് കുലിക്കും വേണം. ഇനിയിപ്പോൾ ഒന്ന് മൂത്രം ഒഴിച്ചിട്ട് കുലിക്കാനല്ല, ഓനക്ക് വേറെ എവിടെയോ പോവാന്തി അല്ലെങ്കിൽ നിസ്കാരത്തിൻ്റെ സമയത്തിന് ഇങ്ങനെ പല രൂപം വരാം. പക്ഷെ ഓനിക്കാച്ചാൽ മൂത്രം ഒഴിക്കാൻ മുട്ടൊന്നുമില്ല, ഇൻസാലാവും ചെയ്തിരിക്കണം. ഇവിടെ ഒരു വിഷയം വരും. ഓൻ അങ്ങനെ മൂത്രം ഒഴിക്കാതെ കുലിച്ചു, മൂത്രം ഒഴിക്കാതെ ഉണ്ടാക്കി കുലിച്ചു. പക്ഷേ കുലിയെല്ലാം കഴിഞ്ഞു, നിസ്കാരം കഴിഞ്ഞു എന്ന് വെക്കുക. എന്നിട്ടോ പിന്നൊന്ന് മൂത്രം ഒഴിച്ചടാ. ആ മൂത്രം ഒഴിച്ച സമയത്ത് എന്ത് സംഭവിച്ചു? അങ്ങനെ തന്നെ. ആ ചോദ്യം സവാമ വ്യക്താക്കണ്ട, വിഷയമുള്ളത് അങ്ങനെ തന്നെ. അത് ഞാൻ സൂചിപ്പിച്ചല്ലോ. നിങ്ങൾ മാനത്ത് കാണുന്നത് ഞാൻ മനസ്സ് കാണുന്നുണ്ട്. അതായത് ഏത് നിലക്കാണ് കുലി നിർബന്ധമായത് എന്നതിലേക്ക് നോത്തല്ല. അത് ഞാൻ പറഞ്ഞു. ചിലപ്പം വലിച്ച ഹറാമും സംഭവിച്ചിട്ടാണെങ്കിലും ഈ വിഷയങ്ങൾ അത് ബാധകമാണ്. അപ്പൊ ഏതോ ഇരിക്കട്ടെ, ഓന് ഇൻസാലായി, ഏതോ നിലയ്ക്ക് ഇൻസാലായി. ഹറാമായ നിലക്കായാലും വേണ്ടിയില്ല, അനുവദനീയമായ രൂപത്തിലായാലും വേണ്ടിയില്ല, അല്ലെങ്കിൽ ഉറക്കത്തിൽ സംഭവിച്ചതായാലും വേണ്ടിയില്ല. ഇൻസാലായാൽ ഇവന്റെ മൂത്രത്തടിയിൽ, അതായത് അവന്റെ ഈ ഭാഗത്ത് ഇതിന്റെ ബാക്കി തങ്ങി നിൽക്കാൻ സാധ്യത ഉണ്ട്. അപ്പോൾ കുലിയെല്ലാം കഴിഞ്ഞ് രണ്ടാമത് മൂത്രം ഒഴിച്ചതാ. ഈ മൂത്രം ഒഴിച്ചപ്പോ മുമ്പ് ഇൻസാലായതിന്റെ അവശിഷ്ടം മൂത്രം ഒഴിച്ചപ്പോൾ എന്ത് ചെയ്തു? പുറത്തേക്ക് വന്നു നിൽക്കുക. അപ്പൊ രണ്ടാമത് കുലി വീണ്ടും നിർബന്ധമാവും. ഈ ആദ്യക്കത്തെ കുലിക്ക് കുഴപ്പമൊന്നുമില്ല, പക്ഷെ രണ്ടാമത് പിന്നെയും കുലിക്കേണ്ടി വരും. ബാലൻസ്, ഈ ആദ്യം പുറപ്പെട്ടതിൻ്റെ ബാലൻസ് തങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ എന്താകും? രണ്ടാമത് മൂത്രമൊഴിക്കുമ്പോൾ ഈ ബാലൻസ് പുറത്ത് വന്നാൽ കുലി നിർബന്ധമാവും. അത് ചിലപ്പം സ്വിപ്പാവും. ചിലപ്പോൾ ആകെ കുലിക്കാൻ ഒരു പ്രാവശ്യം കുലിക്കാതെ വള്ളം ഉണ്ടാവുള്ളൂ. ചിലപ്പം വള്ളക്ക് ഇഷ്ടം പോലെ ഉണ്ടാവും. മൂത്രം ഒഴിച്ചു, ആദ്യത്തെ ബാലൻസ് ഇങ്ങോട്ട് വന്നു, ഓനക്ക് ഇനി രണ്ടാമത് കുലിക്കാൻ നേരമില്ല, ഓൻ അർജന്റായി പോവാൻ നിൽക്കുമ്പോഴാണ് ഈ കെണി ഉണ്ടായത്. അപ്പൊ നിങ്ങൾക്ക് എന്തേ മനസ്സിലായി? സംഗതി ഇത് സുന്നത്താണ്. സംഗതി ഇൻസാലായവൻ കുലിക്കുന്നതിന് മുമ്പ് മൂത്രമൊഴിക്കൽ സുന്നത്താണ്. ഇതൊക്കെ ആദ്യം പറയേണ്ടിയിരുന്നു അല്ലേ? മൂത്രമൊഴിക്കൽ സുന്നത്താണെന്ന് പറയും. പക്ഷെ ആ സുന്നത്തിന്റെ ഗൗരവമാണ് ഇപ്പൊ ഞാൻ മനസ്സിലാക്കിയത്. ഈ സുന്നത്ത് ചിലപ്പോൾ നമ്മൾ ചെയ്തിട്ടില്ലെങ്കിൽ ചിലപ്പോൾ ആകെ അത് സ്വിപ്പാവും. കുലിക്കാൻ വെള്ളം കിട്ടിയില്ലാന്ന് വരും, അല്ലെങ്കിൽ രണ്ടാമത് കുലിക്കാൻ നേരമില്ലാതെ അർജന്റായി പോകുന്നോട്ട് വരുന്ന ഒരു പ്രശ്നം വരും. ചില സുന്നത്തെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, സംഗതി അത് ഇറങ്ങലാവും. ഞാൻ എന്തെങ്കിലും ഒരു കാര്യം പറയാം. മയ്യത്ത് കുലിപ്പിക്കുന്നതിന്റെ മുമ്പേ അവന്റെ വയറ കൊയ്യൽ സുന്നത്താണ് എന്നൊരു മസലുണ്ട്. സംഗതികൾ സുന്നത്താ. മയ്യത്ത് കുലിപ്പിക്കാൻ ഒരുങ്ങുന്നതിന് മുമ്പ് അവന്റെ വയറ കൊയിഞ്ഞ് അവന്റെ വലിച്ച കാഷ്ടോ മൂത്രക്കും തങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പുറത്തേക്കാക്കുക. ആ സുന്നത്ത് ചെയ്തില്ലെങ്കിൽ ഒരു പ്രശ്നം ഞാൻ പറയട്ടെ. ഒരാൾ എന്തെങ്കിലും മയ്യത്ത് കുലിപ്പിക്കുമ്പോൾ അതൊക്കെ സുന്നത്തല്ലേ എന്ന് വിചാരിച്ച ആ കാര്യം ചെയ്തില്ല. മയ്യത്തൊക്കെയും കുലിപ്പിച്ച് കഫൻ ചെയ്ത് നിൽക്കാനും കഴിഞ്ഞ് പള്ളിത്തൊടൂല് മയ്യത്ത് എത്തിക്കുന്നു. അപ്പല ഒന്നായിട്ടിങ്ങോട്ട് വരുന്നത്. നേരെ മറിച്ച് ഇത് ആദ്യം ചെയ്യാത്ത കാരണം ഈ നജസ് ഒന്നായിട്ടിങ്ങോട്ട് വന്നു. ഖബർ അടക്കുന്നതിന്റെ മുമ്പേ മഹാനായ ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു തആല അൻഹുവിനെ പോലൊത്തവരൊക്കെ മുഅ്തമദാക്കിയതെന്താ? മയ്യത്ത് ഖബർ അടക്കുന്നതിന്റെ മുമ്പേ നജസ് പുറത്ത് വന്നാൽ അത് കഴുകി വൃത്തിയാക്കൽ നിർബന്ധമാണ്. അല്ലാതെ ആ മയ്യത്തിനെ മറമാടാൻ പറ്റൂല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. കഫൻ ചെയ്യൽ കഴിഞ്ഞിട്ട് മയ്യത്തിന്റെ ശരീരത്തിൽ നിന്ന് നജസ് പുറത്ത് വന്ന ആ മയ്യത്തിനെ രണ്ടാമത് വൃത്തിയാക്കുന്നതിൻ്റെ ഒരു വിഷമാലോചിച്ചേക്കാൻ ഈ കഫൻ തുണിക്കൊന്ന് കഴുകി വൃത്തിയാക്കി ഇനി രണ്ടാമതൊന്ന് ശരിയാക്കണേ, കുളിപ്പിക്കൊന്നും വേണ്ട, ഈ നജസ് കഴുകി വൃത്തിയാക്കണ്ടേ. അപ്പൊ സംഭവം എന്താ? ഇപ്പൊ സുന്നത്താണ്. സംഭവം എല്ലാവരും പറയും സുന്നത്താണ്. പക്ഷെ ചില സുന്നത്തുകൾ നമ്മൾ പരിഗണിച്ചില്ലെങ്കിൽ ഇങ്ങനെ ചില സുയിപ്പുകൾ വരുമെന്ന്. അപ്പൊ ഏതായിരുന്നാലും കുലിക്കുൻ ഇൻസാലായവനാണെങ്കിൽ, ഇൻസാലായതിൻ്റെ പേരിൽ കുലി നിർബന്ധമായവനാണെങ്കിൽ ഇനി ഇങ്ങനെയാവാം. ശാരീരികമായി ബന്ധപ്പെട്ടു ഹഷ്ഫ പ്രവേശിക്കൽ കൊണ്ട് കുലി നിർബന്ധമാവുമല്ലോ. ഇൻസാലൊന്നും ആയിട്ടില്ല, അപ്പോൾ എനിക്ക് സുന്നത്തില്ല. കുലി നിർബന്ധമാകുന്നത് വരും ഇൻസാൽ കൊണ്ട് മാത്രമല്ലല്ലോ, ഹഷ്ഫ പ്രവേശിക്കൽ കൊണ്ടും കുലി നിർബന്ധമാവും. ഹഷ്ഫ പ്രവേശിച്ചു,
അപ്പോഴേക്കാലോ കോളിംഗ് ബെല്ല് വന്നിട്ട് ഓൻ ബെനീച്ചു പോന്ന്. പിന്നെ ആ കാര്യങ്ങളൊന്നും നടന്നില്ലാന്ന് വെക്കുക. കുലി നിർബന്ധമായിട്ടുണ്ടാവും, ഇൻസാലായിട്ടുണ്ടാവൂല. മനസ്സിലായോ? അപ്പൊ ഈ സുന്നത്തില്ലേനു. അപ്പൊ ഇൻസാലായവനാണെങ്കിൽ കുലിക്കുന്നതിന് മുമ്പ് മൂത്രമൊഴിക്കൽ സുന്നത്താണ്. ഇവിടെ ഒന്നും കൂടി ഞാൻ വ്യക്തമായി പറയാണ്, പുതിയ ശ്രോതാക്കൾ കേൾക്കാൻ വേണ്ടി ശ്രദ്ധിക്കാൻ വേണ്ടി തന്നെ. ചിലവര് എന്ത് മനസ്സിലാക്കിയിട്ടുണ്ട്, രണ്ടാമത് പുറപ്പെട്ടാൽ രണ്ടാമത് പുറപ്പെട്ടാൽ കുലി നിർബന്ധമില്ല. ഈ രണ്ടാമത് പുറപ്പെട്ടാൽ കുലി നിർബന്ധമില്ല എന്ന് പറഞ്ഞത് ഏതാണെന്നറിയോ? നിങ്ങൾക്കൊന്നും കൂടി മസല തിരിയാനാണ്. ഒരാളിൽ നിന്ന് മനിയ് പുറത്തേക്ക് വന്നു. ആ പുറത്തേക്ക് വന്ന മനിയ് ഓനെന്താക്കി, എങ്ങനെങ്കിലും അത് ഇവന്റെ മുൻദ്വാരത്തിലേക്ക് തന്നെ അകത്തേക്ക് തന്നെ ആക്കി. ആ അകത്തേക്കാക്കിയത് വീണ്ടും പുറത്തേക്ക് വന്നു. അവിടെ കുലി നിർബന്ധമില്ല. എല്ലാം മനസ്സിലാക്കേണ്ട ഒരു മസല. നമ്മൾ ഒരുപാട് വ്യത്യാസങ്ങൾ എന്താ പറയുക. പുറത്തേക്ക് വന്ന മനിയ് ഓന് ഏതെങ്കിലും അങ്ങനെ ഒരു വികൃതി ഒരാൾ കാട്ടീന്ന് വെക്കുക. അവർ നമുക്കൊരു മസലമാണല്ലോ. അങ്ങനെ ഒരു അവസ്ഥ വന്നു, ഒരാൾ അങ്ങനെ ചെയ്തു, പുറത്തേക്ക് വന്നത് വീണ്ടും ഏതെങ്കിലും നിലക്ക് അകത്തേക്ക് തന്നെ ആക്കി. ആ അകത്തേക്കാക്കിയത് വീണ്ടും പുറത്തേക്ക് വന്നു. അവിടെ കുലി നിർബന്ധമില്ല. നേരെ മറിച്ച് ഇൻസാലായതിനു ശേഷം അവൻ മൂത്രമൊഴിക്കുമ്പോൾ വരുന്ന ബാലൻസ് അത് രണ്ടാമത് വന്നതല്ല. അത് ഓനും എന്ത് ചെയ്യാണ്, വേറൊരു പ്രാവശ്യം മനിയ് പുറപ്പെടുകയാണത്. വ്യത്യാസം മനസ്സിലായോ? ഇത് ഞാനൊരു പോത് സാധാരണക്കാർക്ക് പലവരും തെറ്റിദ്ധരിച്ചു പോയത് മസലാണ്. അത് ഉസ്താദെ രണ്ടാമത് വന്നതല്ലേ, രണ്ടാമത് വന്നാൽ കുലി നിർബന്ധമില്ലല്ലോ. ഇത് രണ്ടാമത് വന്നതല്ല. ഇതേതാ? ഇത് ആദ്യം കുറച്ച് പുറപ്പെട്ടു, അത് ഇത് വേറൊരു പ്രാവശ്യം പുറപ്പെടുകയാണ്. അതായത് ഇൻസാലായി മൂത്രം ഒഴിക്കുന്നതിന് മുമ്പ് കുലിച്ചു, കുലി കഴിഞ്ഞതിന് ശേഷം മൂത്രം ഒഴിച്ചു. അപ്പൊ ആ മുമ്പത്തെ ബാലൻസ് വന്നു. ആ ബാലൻസ് രണ്ടാമത് പുറപ്പെട്ടതല്ല, അത് മറ്റൊരു പ്രാവശ്യം പുറപ്പെട്ട മനിയാണ്. മുമ്പ് ഒരു ടീച്ചർ വിദ്യാർത്ഥികളോട് ചോദിച്ചു, കരയിലും വെള്ളത്തിലും താമസിക്കുന്ന ഒരു ജീവിയുടെ പേര് പറയുക എന്നാണ്. അപ്പോൾ ഒരു വിദ്യാർത്ഥി പറഞ്ഞു തവള. വെള്ളത്തിലും കരയിലും ജീവിക്കുന്ന ഒരു ജീവിയാണല്ലോ തവള. അപ്പൊ ടീച്ചർ വേറൊരു വിദ്യാർത്ഥിയോട് ചോദിച്ചു, വേറൊരു ജീവിയുടെ പേര് പറയൂ. അപ്പൊ ആ വിദ്യാർത്ഥി പറഞ്ഞു മറ്റൊരു തവള. ശരിയല്ലേ? ആ വിദ്യാർത്ഥി പറഞ്ഞത് ശരിയാലോ? ടീച്ചർ പറഞ്ഞു എന്നാ വേറൊരു ജീവിയുടെ പേര് പറയൂ. അപ്പൊ വിദ്യാർത്ഥി പറഞ്ഞു മറ്റൊരു തവളാണ്. വളരെ കറക്റ്റാണ്. ഈ തവളല്ലല്ലോ ആ തവള വേറല്ലേ എന്ന് പറഞ്ഞതുപോലെ ഈ പുറപ്പെട്ടതിന്റെ ബാക്കിയല്ല അത്. ബാക്കിയാണെങ്കിലും അതൊരു മറ്റൊരു സമയത്ത് പുറപ്പെട്ടതാ. അപ്പൊ അതുകൊണ്ട് കുലി നിർബന്ധമാകും. അവിടെ ഒരു മസാല കൂടി ഞാൻ പറയാം. ഒരാൾ അങ്ങനെ മൂത്രം ഒഴിക്കുന്നതിന്റെ മുമ്പ് കുലിച്ചു, കുലി കഴിഞ്ഞു, നിസ്കാരം കഴിഞ്ഞു. ആ സംശയം കൂടി അവിടെ അത് തീരുമല്ലോ. അപ്പൊ അല്ലേ സവാമ? ഒരാൾ സുബൈയുടെ മുന്നേ എഴുന്നേറ്റ് ഇൻസാലായി കുലി നിർബന്ധമായ ആളെ മൂത്രം ഒഴിക്കുന്നതിന്റെ മുമ്പ് കുലിച്ച് സുബൈ നിസ്കാരം കഴിഞ്ഞു. സുബൈ നിസ്കാരം കഴിഞ്ഞതിന്റെ ശേഷമാണ് വീണ്ടും മൂത്രം ഒഴിക്കാൻ പോയപ്പോ ഈ പുറപ്പെട്ടതിന്റെ ബാലൻസ് ഇങ്ങോട്ട് പുറപ്പെട്ടു. ഇപ്പോൾ എനിക്ക് കുലി നിർബന്ധമായി. ഈ നിസ്കാരം ഇനി മടക്കി നിസ്കരിക്കണ്ട. ഒരുപാട് ആളുകൾ സംശയിക്കുന്ന ഒരു മസല എന്ന നിലയ്ക്ക് ഞാൻ പറഞ്ഞതാണ്. പലവരും ഈ മസല ഞാൻ പല ക്ലാസ്സിലും പറയുമ്പോൾ അപ്പോൾ ഉസ്താദെ ഓന് ഒരു കുലി കഴിഞ്ഞിട്ട് നിസ്കരിച്ചിട്ടുണ്ടല്ലോ, ഇനി രണ്ടാമത് ഇങ്ങനെ സംഭവിച്ചു കുലിക്കൽ നിർബന്ധമാണെങ്കിൽ ഇവന് ഈ നിസ്കരിച്ച നിസ്കാരം മടക്കി നിസ്കരിക്കണോ? അതിൻ്റെ ആവശ്യം ഇല്ല. മനസ്സിലായോ? ഇനി അവിടെ ഇത് നമുക്കൊന്നാണ്ട് പറയാം. ഇതിന് സ്ത്രീകളിൽ നിന്ന് സംഭവിക്കുകയാണ് എന്ന് വെക്കുക. അതായത് ശാരീരികമായി ബന്ധപ്പെട്ടു, സ്ത്രീ കുലിച്ചു, നിസ്കാരം കഴിഞ്ഞു, ആ സ്ത്രീ വീണ്ടും മൂത്രമൊഴിച്ചപ്പോൾ ഭർത്താവിൻ്റെ മനിയ് പുറപ്പെട്ടാൽ കുലി നിർബന്ധമാകുമോ? ഇല്ലേ? ഇത് വ്യാപകമായ ഒരു അസുഖമായി പല സഹോദരിമാർക്കും ആവശ്യമുള്ള കാര്യം നമ്മൾ വളരെ മുന്നേ വിശദീകരിച്ചതാണ്. നമ്മുടെ ക്ലാസ്സുകൾ ഗ്രൂപ്പിലൂടെ ഓടിക്കൊണ്ടിരിക്കുന്നു. പുതിയ ശ്രോതാക്കൾ പലവരും ആവശ്യപ്പെട്ടതുകൊണ്ട് ഒരല്പസമയം ഞാൻ അതിനു വേണ്ടി ഉപയോഗപ്പെടുത്തുകയാണ്. ഭർത്താവിൻ്റെ മനിയ് ഒരു സ്ത്രീയിൽ നിന്ന് പുറപ്പെട്ടത് കൊണ്ട് ഭർത്താവിൻ്റെ മനിയിന് അവിടെ നമ്മളെ ശൈലിയിൽ പറയാത്തോ, അത് വ്യഭിചാരാണെങ്കിലും അങ്ങനെ തന്നെയാണ്.
വ്യഭിചരിച്ച പുരുഷന്റെ മനിയ് വ്യഭിചരിക്കപ്പെട്ട സ്ത്രീയുടെ ഗുഹ്യസ്ഥാനത്തിൽ നിന്ന് കുലി കഴിഞ്ഞതിന് ശേഷം പുറപ്പെട്ടു എന്ന് വെക്കുക. വിഷയം അങ്ങനെ തന്നെയാണ്. പക്ഷെ ആ ഒരു സ്വഭാവം അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കട്ടെ. അത് നമുക്ക് ആവശ്യമില്ലാത്തത് കൊണ്ട് ഞാൻ ആ ഭാഗം ഉൾക്കൊള്ളിക്കാതിരിക്കാനും മസല അവിടെയും വരും അങ്ങനെ തന്നെയാണ്. പുരുഷന്റെ മനിയ് സ്ത്രീയിൽ നിന്ന് പുറപ്പെട്ടത് കൊണ്ട് മാത്രം കൊല്ലി നിർബന്ധമാവൂല. മറ്റൊരുത്തന്റെ മനിയ് ഇവനിൽ നിന്ന് പുറപ്പെട്ടത് കൊണ്ട് ഈ വ്യക്തിക്ക് കൊല്ലി നിർബന്ധമാകൂല. പക്ഷെ നിർബന്ധമാകുന്നൊരു രൂപമുണ്ട്. ഈ ഭർത്താവ് എന്ന് തന്നെ നമുക്ക് പറയാം. ഭർത്താവ് ഭാര്യയുമായി ബന്ധപ്പെട്ട സമയത്ത് ഭാര്യക്ക് വികാരം ഇളകി പുറപ്പെടുന്ന രൂപത്തിൽ, അതായത് ഭാര്യയുടെ ആവശ്യം കൂടി പൂർത്തീകരിച്ച രൂപത്തിലുള്ള ശാരീരികമായ ബന്ധമാണ് നടന്നിട്ടുള്ളതെങ്കിൽ സ്ത്രീക്ക് സ്ഖലനം സംഭവിച്ചിട്ടുണ്ടാകും. അപ്പൊ പുരുഷന്റെ മനിയ് പുറപ്പെടുമ്പോ ആ മനിയിനോട് കൂടെ ഈ സ്ത്രീയുടെ മനിയും ഇടകലരാൻ, ഇഹ്തിലാത്ത് കൂടിച്ചേരാൻ സാധ്യത വളരെ അധികമാണ്. അപ്പൊ ശാരീരികമായ വികാരം പൂർത്തീകരിക്കുന്ന രൂപത്തിലാണ് സ്ത്രീയും ഇവനും തമ്മിൽ ബന്ധം നടന്നിട്ടുള്ളത്. അപ്പൊ സ്ത്രീക്ക് ഇവിടെ സ്ഖലനം സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ പുരുഷന്റെ മനിയ് സ്ത്രീയിൽ നിന്ന് പുറപ്പെടുമ്പോൾ ആ പുരുഷന്റെ മനിയിനോട് കൂടെ ഈ സ്ത്രീയുടെ മനിയും കൂടിച്ചേരാൻ സാധ്യത വളരെ അധികമുണ്ടായതുകൊണ്ട് ആ കോലത്തിൽ പുരുഷന്റെ മനിയ് സ്ത്രീയിൽ നിന്ന് പുറപ്പെട്ടാൽ കുലി നിർബന്ധമാകും. നേരെ മറിച്ച് സ്ത്രീയുമായി ഒരു ഭർത്താവ് അല്ലെങ്കിൽ ഭാര്യയുമായി ഭർത്താവ് ബന്ധപ്പെട്ടു, പക്ഷെ ഈ സ്ത്രീ ഈ വിഷയം തന്നെ അറിഞ്ഞിട്ടില്ല. ഒന്നിരിക്കെ അവൾ സുഖമായി കിടന്നുറങ്ങുകയായിരുന്നു. മൂപ്പത്തേര് കൂർക്കം വലിച്ചുറങ്ങുക. ഇബന്റെ കാര്യങ്ങളൊക്കെ നിറവേറ്റി പച്ചപാവം സാധു പരമസാധു ഈ വിഷയം തന്നെ അറിഞ്ഞിട്ടില്ല. സുബൈക്ക് എഴുന്നേറ്റപ്പോ ഭർത്താവ് പറഞ്ഞ്, സംഗതി എനിക്ക് കുലി നിർബന്ധിക്കണ്, ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തു, നിങ്ങൾ വെറുപ്പ് നിന്നോട് വിചാരിക്കരുത്. അപ്പൊ ഭാര്യ കുലി കഴിഞ്ഞു. മൂത്രമൊഴിച്ചതിന് ശേഷം ഭർത്താവിന്റെ മനിയ് പുറത്തു വന്നു. ആ പെണ്ണിന് കുലി നിർബന്ധമില്ല. ഇവിടെ ഭർത്താവിന്റെ മനിയ് വരെ ഈ സ്ത്രീയിൽ നിന്ന് പുറപ്പെടൽ കൊണ്ട് കുലി നിർബന്ധമില്ല എന്ന് പറയാൻ കാരണം എന്താ? ഈ സ്ത്രീക്ക് വരെ എന്ത് സംഭവിച്ചിട്ടില്ല? സ്ഖലനം സംഭവിച്ചിട്ടില്ല. അപ്പൊ ഭർത്താവിന്റെ മനിയിനോട് കൂടെ ഈ സ്ത്രീയുടെ മനിയ് കൂടിച്ചേരാൻ ഒരു സാധ്യതയുമില്ല. അപ്പൊ അതുകൊണ്ട് ആ കോലത്തിൽ കുലി നിർബന്ധമില്ല. അതല്ലെങ്കിൽ ഉറങ്ങുന്നില്ലേന്ന് സംഗതി എന്തെന്നെയാണ്? ഈ സ്ത്രീ അറിഞ്ഞും കൊണ്ട് ഉണർവിൽ തന്നെയാണ് ശാരീരികമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. പക്ഷെ ഭർത്താവും ഇവനും ശാരീരികമായി ബന്ധപ്പെട്ടെങ്കിലും ഒരിക്കലും ആർക്കു വികാരം വന്നില്ല. ഈ സ്ത്രീക്ക് വികാരം പൂർത്തീകരിച്ച് കിട്ടിയില്ല. അങ്ങനെ എന്താവും ഞാൻ മുമ്പൊന്ന് സൂചിപ്പിച്ചിട്ടുണ്ട്. പുരുഷന്മാർക്ക് പെട്ടെന്ന് കാര്യങ്ങൾ നടക്കും, സ്ത്രീകൾക്ക് അത്ര എളുപ്പം നടന്നോളണമെന്നില്ല. സംഗതി ഉണർവിലും അറിഞ്ഞിട്ടൊക്കെയാണ്. പക്ഷെ സ്ത്രീക്കൊരിക്കലും സ്ഖലനം സംഭവിക്കാത്ത രൂപത്തിലാണ് സംഗതി നടന്നത്. ഈ കോലത്തിൽ കുലിയുടെ ശേഷം ഭർത്താവിൽ നിന്ന് മനിയ് പുറപ്പെട്ടു എന്ന് വെക്കുക, കുലി നിർബന്ധമില്ല. കാരണം ഈ സ്ത്രീക്ക് സ്ഖലനം സംഭവിക്കാത്തത് കൊണ്ട് ഈ കോലത്തിലും ഈ മനിയിനോട് പുരുഷന്റെ മനിയിനോട് കൂടെ ഇടകലരാൻ സാധ്യതയില്ല. ഇനി ഇങ്ങനെയും ആവാം അപൂർവമായിട്ട്. എങ്ങനെ? ഈ സ്ത്രീ വളരെ ചെറുപ്പമാണ്, അതായത് വികാരം ഇളകി പുറപ്പെടുന്ന ഒരു പ്രായമായിട്ടില്ല. ചെറിയ ഭാര്യയാണ്. ഒരു ഉദാഹരണം പറയാ, ഒരു 6-7 വയസ്സായ ഒരു പെൺകുട്ടിയാണ്. ആ പെൺകുട്ടിക്കൊന്നും ഒരിക്കലും ഒരു വികാരം ഇളകി പുറപ്പെടാൻ സാധ്യതയില്ലല്ലോ. സംഗതി ഓൻ്റെ ഭാര്യയാണ്, അല്ലെങ്കിൽ ഓനോ അങ്ങനത്തെ ഒരു ചെറിയ കുട്ടിയെയാണ് ഹറാമായ രൂപത്തിൽ ബന്ധപ്പെട്ടത് എന്ന് വെക്കുക. ആ കുട്ടി എന്ത് ചെയ്തു? കുട്ടിയിൽ നിന്ന് മനിയ് പുറപ്പെട്ടു എന്ന് വെക്കുക. അങ്ങനത്തെ കോലത്തിലും കുലി നിർബന്ധമാവുകയില്ല. അപ്പൊ ആകത്തുക എന്തായി നിങ്ങൾ മനസ്സിലാക്കേണ്ടത്? കുലി കഴിഞ്ഞതിന് ശേഷം സ്ത്രീയിൽ നിന്ന് ഭർത്താവിന്റെ മനിയ് പുറപ്പെട്ടാൽ ആ സ്ത്രീക്ക് സ്ഖലനം സംഭവിക്കുന്ന രൂപത്തിലുള്ള ബന്ധപ്പെടലാണ് നടന്നിട്ടുള്ളതെങ്കിൽ ഈ പുരുഷനാവുന്ന ഭർത്താവിന്റെ മനിയ് സ്ത്രീയിൽ നിന്ന് വരുമ്പോൾ സ്ത്രീയുടെ മനിയും ഈ ഭർത്താവിന്റെ മനിയിനോട് കൂടെ ഇടകലരാൻ ഇഖ്തിലാത്തിന് സാധ്യത വളരെയധികം ഉണ്ടായതുകൊണ്ട് ആ കോലത്തിൽ കുലി നിർബന്ധമാകും
ഇതിൻ്റെ മറ്റ് കുറേ ഭാഗങ്ങൾ വിശദീകരിച്ചുള്ള ഒരു ക്ലാസ് മുമ്പ് നടന്നതുകൊണ്ട് ഇനി കൂടുതൽ വിശദീകരണത്തിലേക്ക് കടക്കുന്നില്ല. ഗ്രൂപ്പിൽ ക്ലാസ് കേൾക്കുന്ന പാവപ്പെട്ട സഹോദരിമാർ അതൊന്ന് വിശദീകരിക്കാൻ പറയൂ എന്ന് പറഞ്ഞ അടിസ്ഥാനത്തിൽ മാത്രം അതിലേക്ക് കടന്നതാണ്. അപ്പോൾ ഏതായാലും കുളിക്കാൻ നിൽക്കുമ്പോൾ ഈ സുന്നത്ത് സംഗതികൾ സുന്നത്താണെന്ന് പറഞ്ഞ് എഴുതി തള്ളാതെ ഈ സുന്നത്ത് പരിഗണിച്ചാൽ അത് വളരെ ഉപകാരമാകും. അതല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് രണ്ടാമത് കുളിക്കാൻ വെള്ളം കിട്ടാത്ത അവസ്ഥ വന്നു, അല്ലെങ്കിൽ കുളി കഴിഞ്ഞ് പെട്ടെന്ന് എവിടെയെങ്കിലും പോകേണ്ടി വന്നു, അങ്ങനെ ആ യാത്രയിൽ മൂത്രമൊഴിച്ചപ്പോഴാണ് ഈ ഇൻസാലായതിൻ്റെ ബാലൻസ് പുറത്ത് വന്നാൽ അവിടെ കുലി നിർബന്ധമാകും. പക്ഷെ ആദ്യത്തെ കുലിക്ക് കുഴപ്പമില്ല, ആ കുലിയുടെ ശേഷം നിസ്കരിച്ച നിസ്കാരത്തിനും കുഴപ്പമില്ല എന്ന് മാത്രം ആ സുന്നത്തിനെ കുറിച്ച് പറയുന്നു. ഇനി ആ സുന്നത്തിൽ വേറെന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് പിന്നീട് തീർക്കാം, സംശയമുള്ളവർക്ക് ക്ലാസ്സിന് ശേഷം ചോദിക്കാം. ഇനി രണ്ടാമത്തെ സുന്നത്ത് കിബിലക്ക് മുന്നിടുക. അവിടെ എനിക്കും കുറച്ച് പറയാനുണ്ട്. കിബിലക്ക് മുന്നിടുക എന്നുള്ള സുന്നത്ത് നമ്മൾ ആരും പരിഗണിക്കുന്നില്ല. അതിനൊരു കാരണം എന്താ, നമ്മളപ്പോൾ ഗൾഫുകാരെ അതിൽ ഞാനൊന്നും പറയുന്നില്ല. ഗൾഫുകാരായ വ്യക്തികളുടെ റൂമിൽ നമ്മളെ ഇഷ്ടത്തിന് ബാത്റൂം തയ്യാറാക്കാൻ പറ്റൂല. എൻ്റെ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാ സഹോദര സഹോദരിമാരോടും ഞാൻ പറയുന്നു, നമ്മൾ സ്വന്തക്കൊരു വീട് നിർമ്മിക്കുമ്പോൾ എനിക്ക് കുളിക്കാനുള്ള ബാത്റൂമാണിത്. ഞാൻ ഇതിൽ കുളിക്കുമ്പോൾ എനിക്ക് സുന്നത്തായ കുലി വരും, നിർബന്ധമായ കുലി വരും. ഈ കുലികളുടെയൊക്കെ നേരത്ത് കിബിലക്ക് മുന്നിടുക എന്നൊരു സുന്നത്തുണ്ട്. ആ സുന്നത്ത് കിട്ടുന്ന രൂപത്തിൽ ഞാൻ ബാത്റൂം സംവിധാനം ചെയ്യട്ടെ, ഒരുക്കട്ടെ എന്ന ചിന്ത നല്ലതാണ്. നോക്കൂ, നിങ്ങൾ ഇപ്പം ഒന്ന് സവാമൊക്കെ ഇങ്ങനെ ആലോചിക്കുക, എല്ലാവരും ഒന്നിങ്ങനെ ആലോചിക്കും. നിങ്ങളുടെ വീട്ടിലുള്ള ബാത്റൂമിൻ്റെ ഷവറ് ഏത് ചുമരിൻ്റെ ഭാഗത്താണ് വെച്ചിട്ടുള്ളത് എന്നൊന്ന് ആലോചിച്ച് നോക്കി. പലരും കൊണ്ടുപോയി വെച്ചിട്ടുള്ളത് കേക്ക് ഭാഗത്തേക്കാളും പടിഞ്ഞാറ് ഭാഗത്തെ. നമ്മളിപ്പോൾ ഒരു ബാത്റൂം ആകുമ്പോൾ ഏകദേശം 4 ചുമര് വരുമല്ലേ. ഒരു ഭാഗത്ത് വാതിലുണ്ടെങ്കിലും ഇനിയിപ്പോൾ പടിഞ്ഞാറ് ഭാഗത്താണ് വാതിലുള്ളത് എന്ന് വെക്കുക. ഫുള്ള് വാതിലാവൂലല്ലോ. ഫുള്ള് വാതിലാവോ? കുറച്ച് ഈ ഷവറ് പിടിപ്പിക്കാനുള്ള സ്ഥലം ആ ചുമരുമെന്ന് കിട്ടൂലേ, അല്ലെങ്കിൽ ബാക്കി 3 ചുമര്. പക്ഷെ പലപ്പോഴും സാധാരണക്കാരായ നമ്മൾ ശ്രദ്ധിക്കാത്തൊരു കാര്യം അത്. നമ്മൾ ഈ പൈപ്പും ഇതൊക്കെ ശരിയാക്കാൻ പണിക്കാരെ ഏൽപ്പിക്കും. ഓല് സൗകര്യമില്ലോത്ത് കൊണ്ടുപോയിട്ട് ഇത് ഫിറ്റ് ചെയ്യും. പിന്നെ ഞാൻ പല വീട്ടിലും ചെല്ലുമ്പോൾ ചിലവർ എന്താ, ഇപ്പം ഞാൻ പ്രേം വരഞ്ഞു കൊടുക്കുകയാണെങ്കിൽ ഞാൻ അവരോട് പറയും, ഇതൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാട്ടോ. ഞാൻ ബാത്റൂം ഇവിടെ കൊടുത്തിക്കുന്നു, ഇനി നിങ്ങൾ തേപ്പും ഷവറൊക്കെ ഫിറ്റ് ചെയ്യുമ്പോൾ ഈ ചുമരുമ്മ കൊടുത്താൽ കുളിക്കാൻ നിൽക്കുന്ന നേരത്തെ നിങ്ങൾക്ക് ഈ സുന്നത്ത് കിട്ടും. ഇപ്പം എൻ്റെ വീട്ടിൽ വന്നു നോക്കോ, സവാമ ഒന്ന് വന്നോക്ക്. ഞാൻ എൻ്റെ ബാത്റൂമിൻ്റെ പടിഞ്ഞാറ് ചുമരുമേന് ഷവർ ഫിറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പം നമ്മൾ കുളിക്കുമ്പോൾ അതെടുക്ക് കിബിലക്ക് തിരിഞ്ഞ് ഷവർ തുറന്ന് കിബിലക്ക് തിരിഞ്ഞ് കുളിക്കാൻ സാധിച്ചു. ശ്രദ്ധിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. അല്ലാഹു തആല ഒരു പ്രയാസമില്ലല്ലേ. നമ്മൾ അത് ശ്രദ്ധിച്ചില്ലെങ്കിൽ പിന്നെ എല്ലാ കൂലി ആ സുന്നത്തെ നമുക്ക് നഷ്ടപ്പെട്ടും കൊണ്ടിരിക്കുകയാണ്. ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അവിടെ ഞാനൊരു ചെറിയ കാര്യം കൂടി ഉണർത്തുകയാണ്. ഇപ്പം നമ്മളെ വീടുകളിലൊക്കെയുള്ള സാധാരണയുള്ളൊരു അവസ്ഥയാണ്, ബെഡ്റൂമിൽ ബൾബിനും ഫാനിനൊക്കെയും സ്വിച്ച് ഫിറ്റ് ചെയ്യുമ്പോൾ 2 സ്വിച്ച് ഉണ്ടാവും. ഒന്ന് നമ്മൾ ആ വാതിലിൻ്റെ എറുത്ത് തന്നെ ഒരു സ്വിച്ച് ഉണ്ടാവും, റൂമിലേക്കണ്ട് കടക്കുമ്പോൾ ലൈറ്റ് ഓണാക്കാൻ. പിന്നെ നമ്മളെ തല വെക്കുന്ന ഭാഗത്ത് ഒരു സ്വിച്ച് ഉണ്ടാവും. എന്തിന്? ഉറക്കത്തിൽ നിന്ന് ഉണരുമ്പോൾ ലൈറ്റ് ഇടാനും, അല്ലെങ്കിൽ ഉറക്കം വരുമ്പോൾ എഴുന്നേൽക്കാതെ ലൈറ്റ് ഓഫാക്കാനൊക്കെ. നമ്മൾ ഈ വയറിങ്ങിൻ്റെ ആൾക്കാർ ഓരോ എവിടെങ്കിലൊക്കെ കൊന്നുങ്ങാണ്ട് സ്വിച്ച് അണ്ട് ഫിറ്റ് ചെയ്യും. നമ്മൾ അതിൻ്റെ നേരൊക്കെ എന്ത് ചെയ്യും? കത്തിലും തലക്കാനൊക്കെ ഇട്ടെങ്ങാണ്ട് കിടന്നുറങ്ങും. ചിലപ്പം കിബിലൊക്കെ പിന്നിട്ടിട്ട്, അല്ലെങ്കിൽ തെക്കോട്ട് തല വെക്കേണ്ട അവസ്ഥയിലൊക്കെ. നേരെ മറിച്ച് നമ്മൾ വയറിങ്ങൊക്കെ നടത്തുമ്പോൾ അതിനൊന്നൊരു 5 ഉറുപ്യ കൂടിയാലും വേണ്ടിയില്ല, അല്ലെങ്കിൽ ഒരു 10 മീറ്റർ വയറ് കൂടിയാലും വേണ്ടിയില്ല. എൻ്റെ ഈ തലനയുടെ ഭാഗത്ത് വെക്കുന്ന സ്വിച്ച് അത് ഈ ഭാഗത്ത് വരണം. അപ്പോഴേ എനിക്ക് കട്ടിൽ തല വടക്കോട്ട് വെച്ച് കിബിലക്ക് തിരിഞ്ഞ് കിടക്കാൻ പറ്റുള്ളൂ. നമ്മൾ പറഞ്ഞു മനസ്സിലായി കൊടുത്താൽ ഒരു പ്രയാസമില്ലാത്തൊരു സുന്നത്തെ നമ്മളെ ജീവിതത്തിൽ കിട്ടും. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഈ സ്വിച്ചുള്ള ഭാഗത്തേക്ക് തല വെച്ചിട്ട് വെറുതെ ഒരു അദബ് കേടിൽ
പലപ്പോഴും നമ്മൾ ഉറങ്ങേണ്ടി വരും. ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. ഞാനിതൊക്കെ നാട്ടിൻപുറങ്ങളിലുള്ള ക്ലാസ്സുകളിലേക്കും പറയുമ്പോൾ പലവരും പറയും ഇതൊക്കെ നല്ല പോയിന്റാണ്. ഇതൊന്നും നമ്മൾ ശ്രദ്ധിക്കാത്തത് കൊണ്ട് എത്ര സുന്നത്താണ് നമുക്ക് നഷ്ടപ്പെടുന്നത്. കൂട്ടത്തിൽ ഞാനൊരു ചെറിയ കാര്യം കൂടി അവിടെ പറയാം. എന്ത്, നമ്മൾ ഈ ബാത്റൂമിൽ കക്കൂസിൽ ക്ലോസറ്റ് ഫിറ്റ് ചെയ്യുമല്ലോ, അവിടെ ഒരു പ്രധാനപ്പെട്ട സുന്നത്താണ് നമ്മൾ മൂത്രമൊഴിക്കാനോ കാഷ്ടിക്കാനോ ഇരിക്കുമ്പോൾ ഇടഭാഗത്തേക്ക് അല്പം ചെരിഞ്ഞിരിക്കുക എന്നുള്ളത്. കാരണം ഒരു മനുഷ്യന്റെ മൂത്രം കാഷ്ടം പോലത്തെ ഭാഗങ്ങളൊക്കെ ശരീരത്തിന്റെ ഇടതുഭാഗത്താണ്. അപ്പൊ ഈ ഇടതുഭാഗത്തൊരു അമരം ചെല്ലുമ്പോൾ ശാസ്ത്രീയമായും ഇസ്ലാമികമായും അത് നല്ലൊരു കാര്യം. ഇസ്ലാമികമായി അത് സുന്നത്താണ്, ശാസ്ത്രീയമായിട്ടും പറയുന്നത് അതാണ്. ഇടഭാഗത്തേക്കൊരു അമരം ചെല്ലുമ്പോൾ ഒരു നമ്മുടെ മൂത്രസഞ്ചി അല്ലെങ്കിൽ അതുപോലത്തെ മറ്റു വസ്തുക്കൾക്ക് ഒരു അമരം കിട്ടുമ്പോൾ ഒരു ഒന്നും കൂടി സുഖമായി എന്ത് ചെയ്യും, ഡോക്ടർമാർക്കും പറയാമെന്ന് വാക്കാം. അപ്പം അതിനൊരു ചെറിയ പോയിന്റ് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ സാധാ ക്ലോസറ്റ് ഇല്ലേ, എന്തല്ല യൂറോപ്യൻ ക്ലോസറ്റ് അല്ല, സാധാ ക്ലോസറ്റ് ഫിറ്റ് ചെയ്യുമ്പോൾ ഇടതു ഭാഗത്തേക്ക് എന്താക്കുക, ഒരു 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 2 സെന്റ് അല്ലെങ്കിൽ ഒരു 3 സെന്റ് ഒന്നിങ്ങോട്ട് ചെരിച്ചു വെക്കുക. അപ്പം നമ്മൾ ഇരിക്കുമ്പോൾ തന്നെ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും, ഈ ചെരിവ് കിട്ടും. അല്ലെങ്കിൽ ഇപ്പം നമ്മൾ സാധാരണ ക്ലോസറ്റിൽ പോയി ഇരിക്കുകയാണെങ്കിൽ നമ്മൾ ചെരിഞ്ഞിരിക്കൂല. അപ്പം ഈ ഇടതുഭാഗത്ത് കാല് വെക്കുന്ന ആ ഭാഗമല്ലേ ഒരല്പം അതിക്ക് ഓവറാവരുത്. അത് ഓവറായാൽ പിന്നെ മോന്തത്തി വെക്കും. അതല്ല, ആ ചെരിവ് കിട്ടാൻ ഒരു 1-2 സെന്റ് അല്ലെങ്കിൽ അതിനനുസരിച്ച് ഒരു ചകരം ഇടതുഭാഗത്ത് ചെരിപ്പരിക്കാല് വെക്കുന്ന ഭാഗം ഒന്ന് താഴ്ത്തിയാൽ സ്വമേധയാ നമ്മൾ മൂത്രമൊഴിക്കാനിരിക്കുമ്പോൾ അല്ലെങ്കിൽ കാഷ്ടിക്കാനിരിക്കുമ്പോൾ ഇടതുഭാഗത്തേക്ക് ഒരു ചെരിവ് കിട്ടും. ഇനിയിപ്പോൾ ഉണ്ടാക്കിയ കക്കൂസ് ആദ്യം ക്ലോസറ്റ് പൊളിച്ചൊഴിവാക്കണ്ട, ഇനി ഉണ്ടാക്കാൻ പോകുന്നവരോടാണ് ഞാൻ പറയുന്നത്. അപ്പം ഞാൻ പറഞ്ഞ പോയിന്റ് എന്താണെന്ന് അറിയങ്ങൾ, ഇങ്ങനെ നമ്മൾ ഷവർ ഫിറ്റ് ചെയ്യുമ്പോൾ നമ്മളെ ബാത്റൂമിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തുള്ള ചുമരുമ്മ ചിലപ്പോൾ ഈ പണിക്കാർ പറയും മൊയിലേ അത് അങ്ങോട്ട് കൊണ്ടുപോകണമെങ്കിൽ 1 മീറ്റർ പൈപ്പ് അധികം കൊടുക്കണം. ചിലപ്പം കിഴക്കേ ചുമരുമ്മേക്കാളും സൗകര്യം അല്ലെങ്കിൽ തെക്കേ ചുമരുമ്മേക്കാളും പുറത്തു നിന്നാണ് പൈപ്പ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം നേരെ തെക്കേ ഭാഗത്തുള്ള ചുമരും എന്നെ ഷവറാണ്ട് കൊടുക്കുമ്പോൾ കുറച്ച് പൈപ്പ് ലാഭം കിട്ടിയേക്കാലം. മോമിനിങ്ങളെ പൈപ്പ് ലാഭം കിട്ടലല്ലല്ലോ ഇപ്പം നമ്മളെ വിഷയം. മോനെ ഈ 1 മീറ്റർ പൈപ്പ് കൂടിയാലും വേണ്ടിയില്ല, അത് ഈ പടിഞ്ഞാറ് ചുമരുമ്പൊക്കെ വെച്ചാലാ. എന്നാൽ എനിക്ക് കുലിക്കാൻ നിൽക്കുമ്പോൾ എൻ്റെ മോമിനിങ്ങളെ ഒന്ന് ശ്രദ്ധിച്ചോക്കാൻ എന്നോട് പലരും പറഞ്ഞു, അബൂറയ്യ ഉസ്താദ് ഇതൊക്കെ എത്ര കാലം മുന്നേ പറയേണ്ടതാണ്, പക്ഷെ പറയാൻ അവസരം കിട്ടുമ്പോഴല്ലേ നമ്മൾ പറയുക. അതുകൊണ്ട് ഇനി വീടുണ്ടാക്കുന്നവർ ഈ കാര്യങ്ങൾ നമ്മൾ തലയിണയുടെ ഭാഗത്ത് വെക്കുന്ന സ്വിച്ച്, അതുപോലെ തന്നെ ബാത്റൂമിൽ ഷവർ ഫിറ്റ് ചെയ്യുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് നല്ല സുന്നത്ത് അറിയാതെ കുലിക്കാൻ നിൽക്കുമ്പോൾ ഒരു കിബിലക്ക് മുന്നിടുക എന്ന സുന്നത്ത് നമ്മുടെ ജീവിതത്തിൽ കിട്ടും. അപ്പോൾ 2ാമത്തെ സുന്നത്ത് കിബിലയിലേക്ക് മുന്നിടലാണ്. ഇനി അവിടെ മറ്റൊരു പ്രധാനപ്പെട്ട സുന്നത്ത് എന്താ, കുലിക്കാൻ നിൽക്കുന്ന നമ്മുടെ സവാമ പറഞ്ഞതിലേക്ക് ഞാൻ എത്തിച്ചിട്ട് ക്ലാസ് അവസാനിപ്പിക്കാം. പ്രധാനപ്പെട്ട ഒരു സുന്നത്ത് എന്താകുന്നു, നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും നജസ്സുകൾ ഉണ്ടാവും, വൃത്തികേടുകൾ. ചിലപ്പം ശാരീരികമായി ബന്ധപ്പെട്ടതാണെങ്കിൽ ശരീരത്തിൽ ചിലപ്പം ഈ സ്ഖലനം സംഭവിച്ചതിൻ്റെ അവശിഷ്ടങ്ങളോ അതല്ലെങ്കിൽ മതിയോ പോലത്തെ പല കച്ചറകളുണ്ടാവാം. അപ്പം അതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കുക. സംഗതി കുലിക്കുമ്പോൾ അത് വെള്ളം ഒഴിച്ചുമ്പോൾ വൃത്തിയായോ മതിയോ ഇല്ലേ എന്നുള്ള മസാല വിഷയം വേറെ. പക്ഷെ ഞാൻ സുന്നത്തായ രൂപ പറയുന്നത് ഇതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കുക. എന്നിട്ട് എന്താക്കുക, ഒരു അഊദും ബിസ്മിൻ ചൊല്ലി എന്താക്കുക, മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുക. അത് സുന്നത്താണ്. ഒന്ന് എല്ലാവരും അവിടെ ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. വുളൂ വേറെ, അതായത് കുലിയുടെ ഒരു പ്രത്യേകമായ സുന്നത്താണ്. എന്ത് ചെയ്യുക, അഊദ് 2 മുൻകൈയും കഴുകുക. ഇതെല്ലാം അവരെ പല സാധാരണക്കാർക്കൊരു തെറ്റുധാരണ വരാൻ വയ്യുണ്ട്. വുളൂ വേറെ, വുളൂഇന്റെ സുന്നത്തിന് വേറെ വരുന്നുണ്ട്, കുലിയുടെ സുന്നത്ത് വേറെ ഉണ്ട്. മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുക. അതുപോലെ തന്നെ വായയിൽ വെള്ളം കുപ്പിളിക്കുക, അത് ബിസ്മി ചൊല്ലുക. അത് വുളൂഉമായി ബന്ധപ്പെട്ട സുന്നത്തല്ല, അത് കുലിയുടെ സുന്നത്തായിട്ട് പ്രത്യേകം ചെയ്യണം.
അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? മൂത്രമൊഴിച്ച് വൃത്തിയാക്കി എന്താണ് ശരീരത്തിലുള്ള ഈ അവശിഷ്ടങ്ങളിൽ മാലിന്യങ്ങളൊക്കെ കഴുകി വൃത്തിയാക്കി എന്നിട്ട് എന്താക്കുക? അഊദും ബിസ്മിൻ ചൊല്ലിയിട്ട് മുൻകൈ കഴുകുക. എന്നിട്ട് എന്താക്കുക? മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുക. എന്നിട്ട് എന്താണ് വായിൽ വെള്ളം കുപ്പിളിച്ച് മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുക. എന്നിട്ട് അതും കഴിഞ്ഞതിനു ശേഷം പരിപൂർണമായ ഒരു ഒളു ഉണ്ടാക്കുക. എന്താ മനസ്സിലായി? അപ്പൊ ഒളു ചെയ്യുമ്പോ അഊദും ബിസ്മിൻ ചൊല്ലണം. ഒളു ചെയ്യുമ്പോ അഊദും ബിസ്മിൻ ചൊല്ലണം, മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റണം, വായിൽ വെള്ളം കുപ്പിളിക്കണം. അത് ഒളുഇന്റെ സുന്നത്താണ്. ഒളുഇന്റെ സുന്നത്തിൽ പെടാതെ തന്നെ പുലിയുടെ പ്രത്യേകമായ സുന്നത്താണ് മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റലും വായിൽ വെള്ളം കുപ്പിളിക്കലും. ഞാർക്കെങ്കിലും അതിൽ സംശയം എന്തെങ്കിൽ തീരാൻ വേണ്ടി പറയാണ്, വഹുമ ഈ വായയിലും വെള്ളം കുപ്പിളിക്കലും മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റലും ഹുമ സുന്നത്താനി, അത് രണ്ട് സുന്നത്താണ്. മുസ്തഖില്ലത്താനി, സെപ്പറേറ്റ് വേറെ രണ്ട് സുന്നത്താണ്. ഗൈറുൽ മുസ്തമിലി അലൈഹിമൽ ഒളു ബന്ധപ്പെടാത്ത പ്രത്യേകമായ ഒരു സുന്നത്താണ്. അപ്പൊ കുലിക്ക് തന്നെ ഒരു പ്രത്യേകമായ സുന്നത്തുണ്ട്, മുൻകൈ കഴുകുക, അതേമാതിരി തന്നെ ബിസ്മി ചൊല്ലുക, അതേമാതിരിക്ക് തന്നെ വായിൽ വെള്ളം കുപ്പിളിക്കുക, മൂക്കിൽ വെള്ളം കയറ്റി ചീച്ചുക. ഇത് പുലിയുടെ പ്രത്യേകമായ സുന്നത്താണ്. ഇനി അവരൊന്ന് പറയട്ടെ, ആ സുന്നത്ത് ഒഴിവാക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. അത് നിർബന്ധമാണെന്ന് വരെ അഭിപ്രായമുള്ളൊരു മസാലയാണത്. പുലിയിലും ഒളുയിലും മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റലും വായിൽ വെള്ളം കുപ്പിളിക്കലും നിർബന്ധമാണെന്ന് അഭിപ്രായമുള്ള ഒരു മസാലയാണ്. അപ്പൊ പരമാവധി ആ സുന്നത്ത് നമ്മൾ ജീവിതത്തിൽ പകർത്തുക. അങ്ങനെ ആ സുന്നത്തും ചെയ്തു. മനസ്സിലായോ? അപ്പൊ എന്തൊക്കെ ചെയ്തു? ഓന് മൂത്രമൊഴിക്കേണ്ട സമയമാണെങ്കിൽ മൂത്രമൊഴിച്ചു. എന്നിട്ട് എന്താക്കി? കിബിലക്ക് മുന്നിടുക. അതേമാതിരി തന്നെ ശരീരത്തിലുള്ള മാലിന്യങ്ങളൊക്കെ കഴുകി വൃത്തിയാക്കുക. അഊദും ബിസ്മിൻ ചൊല്ലിയിട്ട് മുൻകൈ കഴുകുക. മൂക്കിലും വായിൽ വെള്ളം കുപ്പിളിക്കുക, മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുക. ഇതെല്ലാം കഴിഞ്ഞതിന്റെ ശേഷം പരിപൂർണമായ രൂപത്തിലൊരു ഒളു ചെയ്യുക. ആ ഒളുയിലും എന്ത് വരും? ബിസ്മി ചൊല്ലലും മുൻകൈ കഴുകലും മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റലും വായിൽ വെള്ളം കുപ്പിളിക്കലും വേറെ വരും. മനസ്സിലായവരൊക്കെ ശ്രദ്ധിക്കുന്നത് രണ്ട് സുന്നത്താണ്. ഒന്ന് പുലിയുടെ സുന്നത്താണ്. മുജീബായിൽ ഇതുവരെ അങ്ങനെ കുളിച്ചിക്കണോ? ഓതുണ്ടാക്കാൻ പലരും ഓതുണ്ടാക്കിയിട്ടുണ്ടാവും അല്ലേ? ഓതുണ്ടാക്കാൻ പലരും ഓതുണ്ടാക്കിയിട്ടുണ്ടാവും. പക്ഷെ ഇങ്ങനെ ഒരു സുന്നത്ത് ആരും ചെയ്തിട്ടില്ല. കുഴപ്പാ. ഇത് പുലിയുടെ ഈ മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റലും വായിൽ വെള്ളം കുപ്പിളിക്കലും അത് ഏതിന്റെ സുന്നത്തിൽ പെട്ടതല്ല? ഒളുഇന്റെ സുന്നത്തിൽ പെട്ടതല്ല. പുലിയുടെ സുന്നത്താകുന്ന ഒളുഇന്റെ മുന്നേ എന്ത് വേണം? ഈ കാര്യം ചെയ്യൽ എന്താണ്? സുന്നത്താണ്. അത് ചെയ്തതിന്റെ ശേഷം എന്താക്കുക? പിന്നെ പരിപൂർണമായൊരു ഒളു. എന്താ പരിപൂർണമായ ഒളു? അഊദും ബിസ്മിക്കും ചൊല്ലി മുൻകൈ കഴുകി, പിന്നെ മുൻകൈ കഴുകുന്ന നേരത്തുള്ള ഷഹാദത്ത് കലിമ ചൊല്ലി വായിൽ വെള്ളം കുപ്പിളിച്ച് മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റി എല്ലാം നമ്മൾ ആ പരിപൂർണമായ ഒരു ഒളു ചെയ്യുക. ആ ഒളു പുലി മുറിയുന്നത് വരെ ചെയ്യാതിരിക്കുക. അവരൊരു ചെറിയ കാര്യം പറയാൻ ഞാൻ മറന്നുപോയി. ഇപ്പൊ നമ്മൾ പുലിയുടെ സുന്നത്താകുന്ന മുൻകൈ കഴുകുക, വായിൽ വെള്ളം കുപ്പിളിക്കുക, മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുക, ആ കാര്യങ്ങൾ ചെയ്യുമ്പോൾ എന്ത് കരുതുക? പുലിയുടെ സുന്നത്തിനെ വീട്ടലിനെ കരുതിയാണ് നിയ്യത്ത് വെക്കേണ്ടത്. മനസ്സിലായോ? മറ്റേ ഒളുഇൽ നമ്മൾ എന്ത് ചെയ്യും? മുൻകൈ കഴുകും, മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റും, വായിൽ വെള്ളം കുപ്പിളിക്കും. അപ്പൊ എന്താ ചെയ്യുക? ഒളുഇന്റെ സുന്നത്തിനെ വീട്ടുന്നു കരുതുക. അപ്പൊ നമ്മൾ കച്ചറകളൊക്കെ മാലിന്യങ്ങളൊക്കെ നീക്കിയിട്ട് നമ്മൾ മുൻകൈ കഴുകുമല്ലോ, പുലിയുടെ സുന്നത്താകുന്ന മുൻകൈ കഴുകൽ. ആ മുൻകൈ കഴുകുമ്പോ എന്ത് നിയ്യത്ത് വെക്കണം? പുലിയുടെ സുന്നത്തിനെ വീട്ടലിനെ ഞാൻ കരുതി എന്ന് നിയ്യത്ത് വെക്കണം. എന്നിട്ട് നമ്മൾ ഒളു ചെയ്യുമ്പോൾ ഒളുഇന്റെ മുൻകൈ കഴുകുമ്പോഴും വായിൽ വെള്ളം കുപ്പിക്കുമ്പോഴും മൂക്കിൽ വെള്ളം കയറ്റി ചുറ്റുമ്പോഴും ഒളുഇന്റെ സുന്നത്തിനെ വീട്ടലിനെ കരുതി എന്നും പറയാം. അങ്ങനെ പരിപൂർണമായിട്ടൊരു ഒളു ഉണ്ടാക്കുക. ആ ഒളു എന്ത് ചെയ്യുക? പുലി കഴിയുന്നത് വരെ മുറിയാതിരിക്കാൻ ശ്രദ്ധിക്കുക.
ഇനി അവിടെ ഒരു ഖിലാഫുള്ളൊരു മസ്അല. അങ്ങനെ നമ്മൾ ഒളുണ്ടാക്കി കുലിക്കാൻ ഒരുങ്ങി കുലിയുടെ ഇടയിൽ വെച്ച് ഈ ഒളു മുറിഞ്ഞൂന്ന് വെക്കുക. ഏതെങ്കിലും നിലക്ക് ഈ ഒളു മുറിഞ്ഞൂന്ന് വെക്കുക എങ്കിൽ ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു തആല അൻഹുവിന്റെ അഭിപ്രായ പ്രകാരം ഈ ഒളുഇനെ ഒന്ന് മടക്കൽ രണ്ടാമത് ചെയ്യൽ സുന്നത്താ. സവാമ എങ്ങനെ പോയി കുളിച്ചോലി അല്ലേ? സവാമാന്ന് ചോദിച്ചെന്തീനല്ലേ ഇയാളിപ്പത് ചോദിച്ചതാണ് കനിയായത് അല്ലേ? നമ്മൾ ഒതുണ്ടാക്കിയിട്ട് കുളിക്കാനല്ലോ, കൈ ഏത് വൈക്കാ പോകാന്ന് പറയാൻ പറ്റൂലല്ലോ. അങ്ങനെ ആ ഒതു കൊണ്ട് മുറിഞ്ഞൂന്ന് വെക്കുക. ഒതു മുറിഞ്ഞാൽ ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു തആല അൻഹുവിന്റെ അഭിപ്രായ പ്രകാരം കുലിയുടെ ഇടയിൽ വെച്ച് ഈ ഒളുഇനെ മടക്കി ഒന്നും കൂടി മടക്കൽ സുന്നത്താണ്. ഒളു രണ്ടാമത് ഉണ്ടാക്കുക. പക്ഷെ റംലി ഇമാമും മുഗ്നി പോലത്തെ കിതാബിലേക്കും പറയുന്നത് ഈ ആദ്യം ഉണ്ടാക്കിയ കുലിയുടെ മുന്നേ ആദ്യമുണ്ടാക്കിയ ഒളു മുറിഞ്ഞാൽ അതിന് മടക്കൽ സുന്നത്തില്ല എന്നാണ്. ചെയ്യുന്നവർക്കും ചെയ്യുക. ഇനി അവിടെ തന്നെ ഒരു കാര്യം, ഈ ഒളു പരിപൂർണമായി ചെയ്യലാണ് സുന്നത്ത്. അതാണ് നമ്മുടെ സവാമ ചോദിച്ചതിൽ പ്രധാനപ്പെട്ടൊരു പോയിന്റ്. അതായത് ഹദീസിൽ എങ്ങനെയാണ് വന്നിക്കുന്നതാണ് ടെക്സ്റ്റിൽ പറഞ്ഞത്. അതായത് തല തടയലല്ല, അത് ഏതോ ഒരു ബിദ്അത്തിന്റെ അഹ്ലികാരന്റെ ടെക്സ്റ്റാണ് നിങ്ങൾ മനസ്സിലാക്കണം. ചെവി തടയുന്ന വർത്താനം പറഞ്ഞിട്ടില്ലല്ലോ. ഈ ബിദ്അത്തിന്റെ അഹ്ലികാർ ചെവി തടയലിനെതിരാ. കാരണം ഈ ബിദ്അത്തിന്റെ അഹ്ലികാർ ചെവി തടഞ്ഞാൽ തന്നെ അവരെങ്ങനെ തടയാച്ചിട്ട തല തടഞ്ഞ വെള്ളം കൊണ്ട് തന്നെ ചെവി തടയുന്നത് കാണാം. അത് സുന്നത്തിനെതിരാ. ഏതെങ്കിലും മദ്ഹബിൽ എന്തെങ്കിലും ഷാഫി മദ്ഹബിൽ എന്താണ് തല തടയാൻ വേറെ വെള്ളം, പിന്നെ ചെവി തടയാൻ വേറെ വെള്ളം. അപ്പൊ തല തടഞ്ഞവിടെ നിർത്താനല്ല. ഷാഫി മദ്ഹബിൽ അഫ്ളലായ സുന്നത്തായ രൂപം എന്താവുന്നു? സാധാരണ നമ്മൾ പൂർണ്ണമായ ഒളുവാണെങ്കിൽ എന്ത് വേണം? തലയും തടഞ്ഞ് ചെവി തടയുക എന്ന സുന്നത്തും ചെയ്ത് രണ്ട് കാലും പൂർണ്ണമായും കഴുകുമ്പോഴേ എന്താവുകയുള്ളൂ? ഒളു പൂർത്തിയാവുകയുള്ളൂ. അങ്ങനെ എന്ത് ചെയ്യുക? പൂർണ്ണമായ ഒരു ഒളു. നമ്മളെ ഷാഫി മദ്ഹബിലും അവരൊരു കൗലുണ്ട് കേട്ടോ. ഏത്? നമ്മൾ ഈ കാല് കുലി കഴിഞ്ഞതിന് ശേഷമാണ് കഴുകേണ്ടത് എന്നൊരു കൗല് നമ്മുടെ ഷാഫി മദ്ഹബിലുണ്ട്. പക്ഷെ ഷാഫി മദ്ഹബിൽ അഫ്ളലായ മുഅ്തമദായ പരിപൂർണമായ രൂപം എന്താവുന്നു? കുലിയുടെ മുന്നേ ഒളു ചെയ്യുക. ആ ഒളു എങ്ങനെയാവണം? കാല് കഴുകലോട് കൂടെയുള്ള ഒളു ആവണം, അഥവാ പരിപൂർണമായ കാമിലായ ഒളു ആവണം. ഇവിടെ സാന്ദർഭികമായി ഒന്ന് ഉണർത്തുകയാണ്, മയ്യത്ത് കുളിപ്പിക്കുമ്പോഴും ഇങ്ങനെ തന്നെയാണ്. പല നാടുകളിലും ഇപ്പോഴും മയ്യത്ത് കുളിപ്പിക്കലൊക്കെ കഴിഞ്ഞതിനു ശേഷമാണ് ഒളുണ്ടാക്കി കൊടുക്കാറുള്ളത്. ചിലപ്പോൾ നമ്മൾ ഈ ക്ലാസ് കേൾക്കുന്ന പുതിയ ശ്രോതാക്കൾ ഉണ്ടാകും, മയ്യത്ത് പരിപാലനവുമായി ബന്ധപ്പെട്ട പഴയ ക്ലാസ് കേൾക്കാത്തവരുണ്ടെങ്കിൽ അവർക്കതൊരു ഉപകരിക്കും എന്ന നിലയ്ക്ക് ഞാൻ ഇടയിൽ വെച്ച് ഉണർത്തുകയാണ്. മയ്യത്ത് കുളിപ്പിക്കുന്നതിന് മുമ്പ് തന്നെയാണ് ഒളു ചെയ്തു കൊടുക്കേണ്ടത്. ഇനി ഒളു ചെയ്തു കൊടുത്ത് മയ്യത്തിൽ നിന്ന് വല്ലതും പുറപ്പെട്ടതിൻ്റെ പേരിൽ ഈ ഉണ്ടാക്കി കൊടുത്ത ഒളു മുറിയുന്നതുമല്ല എന്നും സാന്ദർഭികമായി ഉണർത്തുന്നു. അപ്പം നമ്മുടെ ഷാഫി മദ്ഹബിൽ പ്രബലമായ അഫ്ളലായ രൂപം കാലു കഴുകുന്നതിനോട് കൂടെയുള്ള പൂർണ്ണമായ ഒളു പുലിയുടെ മുന്നേ ചെയ്യുക. അങ്ങനെ എന്ത് ചെയ്തു? ഒളുവും ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യുക? അവൻ്റെ ശരീരത്തിൻ്റെ ചുരിഞ്ഞ സ്ഥലങ്ങൾ, ചെവി, കശം, പുക്കൽ പോലത്തതൊക്കെ ശ്രദ്ധിച്ച് കഴുകുക. അതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. അതിലൊരു ചെറിയ പോയിന്റ് ഞാൻ പറയാം. പല ആളുകളും ഈ കുലി കഴിഞ്ഞ് വസുവാസ് കാരണം എന്ത് ചെയ്യും? ഇവർ വെള്ളം ചെവിയുടെ എല്ലാ ഭാഗത്തേക്കും വെള്ളമാവാൻ വേണ്ടി കോപ്പ കൊണ്ടൊക്കെയും വെള്ളം തൂക്കുന്നവരുണ്ട്. ചിലോലെ കുലി കണ്ടാ വിചാരിച്ചു ആനനെ കൊണ്ടുവന്നത് നല്ലതാവുന്നു. അങ്ങനൊന്നും നിർബന്ധമില്ലട്ടോ. സംഗതി നിർബന്ധമായ കുലിയിൽ ശരീരത്തിന്റെ എല്ലാ ഭാഗത്തേക്കും വെള്ളമാവണം. ചില ആൾക്കാരൊക്കെ കുളത്തിൽ നിന്നൊക്കെ കുളിക്കുമ്പോൾ നമ്മൾ കാണുമല്ലോ, പുഴയിൽ നിന്നൊക്കെ കുളിക്കുമ്പോൾ സ്വാഭാവികമായും ഓലിങ്ങനത്തെ വെള്ളം എടുത്തിട്ട് ചവിട്ടിക്ക് ഇങ്ങനെ ആങ്ങി ഓങ്ങി തെളിക്കുന്നുണ്ടാവും. ഒരാളോട് മുമ്പ് ഞാൻ പറഞ്ഞു, ഞാനൊരു ആനനെ കൊണ്ടല എന്നാ പിന്നെ ആനയുടെ തുമ്പിക്കയ്യേറ്റ് വെള്ളം എൻ്റെ ചവിട്ടിക്കാണ്ടാക്കിയാൽ ഇനി നനയാത്തൊരു പ്രശ്നം വരൂല. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. എന്തേ നിർബന്ധമല്ലോ?
ആയിട്ടില്ല എന്ന് ഉറപ്പില്ലാത്തൊരവസ്ഥ വരരുത്. ഏകദേശം ആയിരിക്കുന്നു എന്ന ഒരു ഗലബത്തുള്ളഞ്ഞ്, നമ്മളൊരു 90% നിൽക്കുമ്പോൾ ചവിട്ടിലേക്ക് വല്ല ആയിട്ടുണ്ടാവും. അതിന് നല്ലൊരു മാർഗം ഞാൻ പറഞ്ഞുതരാം. പലപ്പോഴും ഈ ചവിട്ടിൽ വെള്ളം കടന്നാൽ അത് രോഗമായി തീരും. നമ്മളൊരു നിർബന്ധമായ കുലി കാരണം രോഗം ഉണ്ടാക്കല്ല വേണ്ട, രോഗം ഒഴിവാക്കുക വേണ്ട. അതിന് ഫിഖിന്റെ കിതാബിൽ പറയുന്നത് പ്രത്യേകിച്ച് നോമ്പുകാരൊക്കെ ആവുമ്പോൾ ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. കാരണം നോമ്പുള്ള സമയത്ത് കുലിക്കുമ്പോൾ വെള്ളം അകത്തേക്ക് കയറിയാൽ നിർബന്ധമായ കുലിയിലും സുന്നത്തായ കുലിയിലും നോമ്പ് മുറിയുമോ മുറിയില്ലേ പോലത്തെ ചർച്ചകളൊക്കെ നമ്മൾ നോമ്പിന്റെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ഏതായിരുന്നാലും നമ്മൾ നോമ്പ് ഉണ്ടാവാതിരിക്കട്ടെ, നല്ല വശന്താ നമ്മൾ മുൻകൈയിൽ വെള്ളമെടുക്കുക. ഉദാഹരണം പറയാം, വലത്തെ ചെവിയുടെ ഉൾഭാഗത്തേക്ക് വെള്ളാക്കണം. കാരണം ചുരുങ്ങിയ സ്ഥലങ്ങളുണ്ടാവും. കൂട്ടത്തിൽ അവരൊരു സാന്ദർഭികമായി ഉണർത്തുകയാണ്, നമ്മുടെ ഈ സഹോദരിമാരുടെ ഈ കാതിലൊക്കെ കമ്മലുണ്ടാവും, ഷെഡും ചങ്കീലിയും, അതിനൊരു ദോലുണ്ടാവും അല്ലേ. നമ്മൾ ഈ ഷെഡിന്റെ കാല് പോവാനൊരു ദോലുണ്ടാവും. ഫിഖിന്റെ കിതാബിൽ കാണാം, നിർബന്ധമായ കുലിയിൽ ആഭരണം ഉപയോഗിക്കുന്ന ദോലം ശരീരത്തിലുണ്ടെങ്കിൽ, ഉദാഹരണം നമ്മുടെ സ്ത്രീകളുടെ കാത്, അങ്ങനത്തെ ദോലമുണ്ടെങ്കിൽ ആ ദോലത്തിന്റെ ഉൾഭാഗത്തേക്ക് വെള്ളം ആക്കൽ നിർബന്ധമാണ്. അവര് ഞാനൊരു ചെറിയ മസാല സാധാരണക്കാർക്ക് വേണ്ടി പറയാം. ചിലപ്പം വപ്പടം പൊരിച്ചുമ്പോൾ എണ്ണ തെറിച്ചിട്ട് എന്താവും, നമ്മളെ കയ്യിന്റെ ഭാഗത്ത് എവിടെയെങ്കിലും പൊള്ളച്ചിട്ടുണ്ടാവും. ഒരു ഉദാഹരണം, ചിലപ്പം ചില ചൊലികൾ വന്നാലും പൊള്ളക്കും. അതിങ്ങനെ പൊള്ളച്ച് നിൽക്കാണ്, അതിൻ്റെ ഉള്ളിലേക്ക് ദോലം ഇല്ല എങ്കിൽ അവിടെ എന്ത് നിർബന്ധമില്ല, ആ പൊള്ളപ്പ് പിച്ചിപ്പൊളിച്ച് അതിൻ്റെ ഉള്ളിലേക്ക് വെള്ളാക്കൽ എന്തില്ല, നിർബന്ധമില്ല. ചിലപ്പം എന്താവാൻ സാധ്യതയുണ്ട്, നമ്മളങ്ങനെ ഒരു എണ്ണ തെറിച്ച് ശരീരത്തിൻ്റെ ഏതോ ഭാഗം പൊള്ളച്ച് നിൽക്കുന്നുണ്ട്, നീര് ഉൾഭാഗത്ത് നീര് പുറത്ത് തൊലിയും. ചിലപ്പം വെള്ളം നനയുമ്പോൾ ഇത് ഒന്ന് കീറും, അതിങ്ങട്ട് അതിൻ്റെ തല ഒന്നിങ്ങട്ട് തുറക്കും അല്ലേ. അപ്പം അതിൻ്റെ ഉൾഭാഗത്തൊരു ദോലം വന്ന് ആ ദോലം കഴുകൽ നിർബന്ധമാവും. മനസ്സിലായോ? അത് ശ്രദ്ധിക്കണം സാധാരണക്കാർ. പലപ്പോഴും ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കാത്ത അപൂർവം ചില ആളുകൾ ഉണ്ടാകും. ഈ പൊള്ളച്ചത് പിച്ചിപ്പൊളിച്ചതിൻ്റെ ഉള്ളിലേക്ക് വെള്ളം ആക്കണ്ട, അത് പൊലിഞ്ഞു വെള്ളം തട്ടിയപ്പോൾ അതിൻ്റെ മുകൾ ഭാഗത്തിൻ്റെ തുറന്നു, അപ്പം അതൊരു പൊള്ളപ്പായി. ആ പൊള്ളപ്പിൻ്റെ ഉള്ളിലേക്ക് വെള്ളമാക്കൽ നിർബന്ധമാകും. അതുപോലെ തന്നെ ചില ആളുകൾ കാല് വില്ലിച്ച ആളുകളുണ്ടാവും. ഈ മതമ്പ് ഇങ്ങനെ നല്ല എന്ത് ചെയ്യും, വിണ്ട് കീറിയ ആളുകളുണ്ടാവും. അപ്പം ചിലപ്പം നമ്മൾ ഈ വേദന കാരണമൊക്കെ അതിൻ്റെ ഉള്ളിലേക്ക് വെള്ളമാക്കാനൊരു മതി ഉണ്ടാവും. അങ്ങനെ ശരീരത്തിൽ കീറലുകൾ ഉണ്ടെങ്കിൽ അതിൻ്റെ ഉൾഭാഗത്തേക്ക് പിച്ചിപ്പൊളിച്ചതാക്കണം എന്നല്ല പറയുന്നത്. ഏകദേശം ആ നോക്കിയാൽ കാണുന്ന ഭാഗങ്ങളിലേക്കൊക്കെയും വെള്ളമാക്കണം എന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ്. കന്യകയായ പെണ്ണും അതുപോലെ തന്നെ സയ്യിബായ പെണ്ണും, അതായത് കന്യകയായ പെണ്ണും കന്യകത്വം നഷ്ടപ്പെട്ട പെണ്ണിൻ്റെയും ഗുഹ്യസ്ഥാനം നിർബന്ധമായ കുലിയിൽ കഴുകുന്നതിൻ്റെ അളവിൽ വ്യത്യാസമുണ്ട് എന്നൊക്കെയും ഫിഖിന്റെ കിതാബിൽ കാണാം. വേണ്ടതുപോലെ ആവശ്യമുള്ളവർ പഠിക്കേണ്ടതാണെന്ന് മാത്രം ഉണർത്തുന്നു. അപ്പം ചുക്കിച്ചൊലിഞ്ഞ സ്ഥലങ്ങൾ സൂക്ഷിച്ച് കഴുകാൻ പറയുമ്പോൾ നമ്മുടെ ഈ ചെവി പോലോത്തത് കഴുകുമ്പോൾ സ്വാഭാവികമായും ഉൾഭാഗത്തേക്ക് വെള്ളം കയറും. അപ്പം അതിന് മഹാന്മാർ പറയുന്ന ഒരു മാർഗമുണ്ട്. ഇപ്പം വലത്തെ ചെവിയാണ് കഴുകുന്നത് എന്ന് വെക്കുക. അപ്പം എന്ത് ചെയ്യുക, നമ്മുടെ മുൻകൈയിൽ വെള്ളം എടുക്കുക, വലത്തെ മുൻകൈയിൽ വെള്ളം എടുക്കുക. ഇങ്ങനെ നമ്മൾ മൂക്കിൽ വായയിൽ വെള്ളം കുപ്പിളിക്കാൻ വേണ്ടി വെള്ളം എടുക്കും പോലെ നമ്മുടെ മുൻകൈയിൽ വെള്ളം എടുക്കുക. എന്നിട്ട് തല വലഭാഗത്തേക്കൊന്ന് ചെരിക്കുക. ചെരിച്ചിട്ട് എന്താക്കുക, ഈ കയ്യിലുള്ള വെള്ളം ഈ ചെവിയിലേക്ക് നല്ലോണം അത് ചേർത്തി വെക്കുക. അപ്പോൾ വെള്ളം അകത്തേക്ക് കയറുകയുമില്ല. ചെവിയുടെ ഉൾഭാഗത്ത് ആവേണ്ട ഭാഗത്തേക്കൊക്കെയും വെള്ളം ആയിട്ടുമുണ്ടാകും. ഇനി അവിടെ എന്തിൻ്റെ ആവശ്യമില്ല, തോച്ചടിച്ചു നോക്കുക. റബ്ബേ, ഇനി എവിടെങ്കിലും ഈ ചെവിയുടെ വളഞ്ഞ് തിരിഞ്ഞ് കിടക്കുന്നതിൻ്റെ ഉള്ളിൽ എവിടെങ്കിലും വെള്ളം ആവാതെ ആയിട്ടുണ്ടോന്ന് തോച്ചടിച്ചു നോക്കൊന്നും വേണ്ട. ഇപ്പം നമുക്ക് ഇങ്ങനെ ആക്കിയാൽ തന്നെ ഒരു ധാരണ വന്നു അല്ല സവാമ. ഇപ്പം നമ്മളിങ്ങനെ വെള്ളം എടുത്ത് ചെവി ഒന്ന് ചെരിച്ച് പിടിച്ച് വെള്ളം നല്ലോണം ഉണ്ടാക്കിയാൽ തന്നെ നമുക്കൊരു കൽബിലൊരു ധാരണ വന്നു. അൽഹംദുലില്ലാഹ് എല്ലാത്തും കഴിക്കണം, അത്ര മതി.
അല്ലാതെ ഇനിയിപ്പോൾ മൂത്തച്ഛനെയും ഇളയച്ഛനെയും വിളിച്ചു ഒന്ന് നോക്കരി ഇവിടെ ചെവി അബൂലയ്യ ഉസ്താദ് വളരെ ഗൗരവത്തിൽ പറഞ്ഞൊരു വിഷയമാണ് അങ്ങനെ ഒന്നും അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അതിനാണ് ഗലബത്തുള്ളഞ്ഞ് എന്ന് പറയാം. അതേമാതിരി ഇടത്തെ കയ്യിൽ വെള്ളം എടുത്തിട്ട് ഇടത്തെ ഭാഗത്തേക്ക് ചെവി ചരിച്ചു കൊടുക്കുക. അപ്പം എന്താകും, എല്ലാ ഭാഗത്തേക്കും വെള്ളം ആയി എന്ന് 100% ഉറപ്പ് ആയിക്കോന്നില്ല, ഒരു ഏകദേശം 95% എൻ്റെ ചെവിയുടെ ഉൾഭാഗത്തേക്കും വെള്ളം ആയി എന്ന് വരും. അങ്ങനെ ചെയ്താൽ നമുക്ക് നിർബന്ധം ഒക്കെ അവിടെ വീടും ചെയ്യും. ചെവിയുടെ ഉൾഭാഗത്തേക്ക് വെള്ളം കയറിയ പ്രശ്നം ഉണ്ടാവുകയുമില്ല. അങ്ങനെ എന്ത് ചെയ്യുക, ചൊലിഞ്ഞ സ്ഥലങ്ങളൊക്കെ സൂക്ഷിക്കുക. എന്നിട്ട് വേണ്ടത് ആദ്യം തലയിലേക്ക് വെള്ളം ഒഴിക്കുക. അതൊക്കെ നമ്മൾ മുമ്പ് പല പ്രാവശ്യം പറഞ്ഞാണ്. ശരീരത്തിൻ്റെ ഏതു ഭാഗത്തുനിന്നും തുടങ്ങാം, പുലി സഹിയാവും. പക്ഷെ സുന്നത്തുണ്ട് ആദ്യം തലയിലേക്ക് 3 പ്രാവശ്യം. അങ്ങനെയാണ് അതിൻ്റെ സുന്നത്ത്. ആദ്യം തല 3 പ്രാവശ്യം കഴുകുക. എന്നിട്ട് ശരീരത്തിൻ്റെ വലഭാഗത്തിൻ്റെ മുൻഭാഗവും പിൻഭാഗവും 3 പ്രാവശ്യം വെള്ളം ഒഴിക്കുക. വെള്ളം ഒഴിക്കാനാണ് കഴുകുക. എന്താ ഞാൻ അങ്ങനെ പറയാൻ കാരണം, മയ്യത്ത് കുളിപ്പിക്കുന്നിടത്ത് അവിടെ ഒരു വ്യത്യാസമുണ്ട്. എന്താ വ്യത്യാസം? മയ്യത്ത് കുളിപ്പിക്കുമ്പോൾ തല കഴുകി കഴിഞ്ഞാൽ ശരീരത്തിൻ്റെ വലഭാഗത്തിൻ്റെ മുൻഭാഗം കഴുകണം. എന്നിട്ട് ശരീരത്തിൻ്റെ ഇടഭാഗത്തിൻ്റെ മുൻഭാഗം കഴുകണം. എന്നിട്ട് മയ്യത്തിനെ ഇടഭാഗത്തേക്ക് ചരിച്ചു കിടത്തിയിട്ട് വലഭാഗത്തിൻ്റെ പിൻഭാഗം കഴുകണം. എന്നിട്ട് മയ്യത്തിനെ വലഭാഗത്തേക്ക് ചരിച്ചു കിടത്തിയിട്ട് മയ്യത്തിൻ്റെ ഇടഭാഗത്തിൻ്റെ പിൻഭാഗം കഴുകണം. വ്യത്യാസമുണ്ട്. അവിടെയാണ് ജീവിച്ചിരിക്കുന്നവർ കുളിക്കുമ്പോഴും മയ്യത്ത് കുളിപ്പിക്കുമ്പോഴും ഉള്ളൊരു വ്യത്യാസം. ഒന്നും കൂടി എൻ്റെ സാധാരണക്കാർക്ക് വേണ്ടി ഞാൻ പറയുന്നു. എന്ത് പറയുന്നു? അതായത് ജീവിതകാലത്ത് നമ്മൾ നിർബന്ധമായ കുളിയോ സുന്നത്തായ കുളിയോ കുളിക്കുന്ന സമയത്ത് തല 3 പ്രാവശ്യം കഴുകി, എന്നിട്ട് വലഭാഗത്തിൻ്റെ മുൻഭാഗവും കഴുകുക, പിൻഭാഗവും കഴുകുക. എന്നിട്ട് ശരീരത്തിൻ്റെ ഇടഭാഗത്തിൻ്റെ മുൻഭാഗവും കഴുകുക, പിൻഭാഗവും കഴുകുക. ഇങ്ങനെയാണ് അതിൻ്റെ യഥാർത്ഥമായ സുന്നത്ത്. നേരെ മറിച്ച് മയ്യത്ത് കുളിപ്പിക്കുമ്പോൾ അങ്ങനെയല്ല. മയ്യത്ത് കുളിപ്പിക്കുമ്പോൾ തല കഴുകിയിട്ട് മയ്യത്തിൻ്റെ വലഭാഗത്തിൻ്റെ മുൻഭാഗം കഴുകിയിട്ട് മയ്യത്തിൻ്റെ ഇടഭാഗത്തിൻ്റെ മുൻഭാഗം കഴുകുക. എന്നിട്ട് ഇടതുഭാഗത്തേക്ക് ചരിച്ചു കിടത്തിയിട്ട് വലഭാഗത്തിൻ്റെ പിൻഭാഗം കഴുകുക. എന്നിട്ട് മയ്യത്തിനെ വലഭാഗത്തേക്ക് ചരിച്ചു കിടത്തിയിട്ട് ഇടഭാഗത്തിൻ്റെ പിൻഭാഗം കഴുകുക. നിർബന്ധമായ കുലി അല്ലെങ്കിൽ സുന്നത്തായ കുലി ജീവിതത്തിൽ കുളിക്കുമ്പോൾ ആദ്യം തല 3 പ്രാവശ്യം, എന്നിട്ട് വലഭാഗത്തിൻ്റെ പിൻഭാഗവും മുൻഭാഗവും 3 പ്രാവശ്യം, എന്നിട്ട് ശരീരത്തിൻ്റെ ഇടഭാഗത്തിൻ്റെ മുൻഭാഗവും പിൻഭാഗവും 3 പ്രാവശ്യം. ഇതാണ് അഫ്ളലായ രൂപം. ഇനി വേണമെങ്കിൽ ഇങ്ങനെയുമാവാം. ആദ്യം തല 1 പ്രാവശ്യം, എന്നിട്ട് വലഭാഗം മുൻഭാഗവും പിൻഭാഗവും 1 പ്രാവശ്യം, പിന്നെ ഇടഭാഗത്തിൻ്റെ പിൻഭാഗവും മുൻഭാഗവും 1 പ്രാവശ്യം. അപ്പോൾ 1 പ്രാവശ്യമായി. അതേമാതിരി 2ാമതും അതേമാതിരി 3ാമത്. കാരണം 3 പ്രാവശ്യം സുന്നത്താണ്. ആ നിലക്കാ പറയുന്നത്. അങ്ങനെ കഴുകുക. ഈ കഴുകുന്ന അവസരത്തിലൊക്കെയും മുടി തിക്കയറ്റുക പോലത്തെ സുന്നത്ത്. പിന്നെ കൂട്ടത്തിൽ ഒന്ന് പറയുകയാണ്, അതൊക്കെ നമ്മൾ മുമ്പത്തെ പല ക്ലാസ്സിലും വിശദീകരിച്ചത് കൊണ്ട് ഞാൻ പറയാതിരിക്കുകയാണ്. പല സ്ത്രീകളും ഈ ക്ലാസ് കേൾക്കുന്നത് കൊണ്ട് മുമ്പത്തെ ക്ലാസ് കേൾക്കാത്തവർക്ക് വേണ്ടി പലപ്പോഴും താടി പുരുഷന്മാർക്ക് വളരെ കുറവായിരിക്കും, സാധാരണക്കാർക്ക് താടി കുറവായിരിക്കും, നല്ല കനമുള്ള മീശയുണ്ടാകും. പടച്ചവനെ, ഞാൻ പല ചെറുപ്പക്കാരോട് ഈ മൊസല പറഞ്ഞപ്പോൾ ഉസ്താദെ പലപ്പോഴും കുലിയിൽ അത് ശ്രദ്ധിച്ചിട്ടില്ല എന്ന് പറഞ്ഞവരുണ്ട്. അതായത് നല്ല കത്ത മീശ, കനമുള്ള മീശ ആകുമ്പോൾ വെറും മുകളിലൂടെ വള്ളങ്ങട്ട് ഒഴിച്ചതുകൊണ്ട് മാത്രം അതിൻ്റെ ഉള്ളിലേക്ക് വെള്ളം ഇക്കോന്നില്ല. നമ്മുടെ ഒളൂഇൻ്റെ മാതിരിയല്ല. കുലിയുടെ അവിടെ മുഖത്തുള്ള രോമങ്ങൾ തിങ്ങിയതാണെങ്കിലും അതിൻ്റെ ഉൾഭാഗത്തേക്ക് വെള്ളമാക്കൽ നിർബന്ധ. അപ്പം നല്ല കനമുള്ള മീശ, കത്തമീശയാണെങ്കിൽ അതിൻ്റെ പുറംഭാഗത്ത് മാത്രം വെള്ളമാക്കിയാൽ പോരാ. പിന്നെ എന്തും കൂടി വേണം, അതിൻ്റെ ഉൾഭാഗത്തുള്ള തൊലിയിലും വെള്ളമാവണം. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാകുന്നു. അല്ലെങ്കിൽ നമ്മുടെ കുലി സഹിയാവുകയില്ല. അപ്പം ഏതായിരുന്നാലും തല തിക്കയറ്റുക, മുടിയുടെ വള്ളം ചേരൽ നിർബന്ധമായ മുടിയുടെ ഉൾഭാഗത്തേക്കൊക്കെയും വെള്ളമാക്കുക. അതുപോലെ തന്നെ ഉരച്ച് കഴുകുക. അതൊന്നും ഇപ്പം പലപ്പോഴും ഇല്ല.
അതായത് ഉരച്ച് കഴുകാനാണ് ചകിരിയും സോപ്പ് ഉപയോഗിക്കുക എന്ന അർത്ഥത്തിലല്ല. പിന്നെന്താണ്? ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തിലൂടെയും നമ്മുടെ കൈ നടത്തുക. ഇടത്തെ കൈ കൊണ്ട് ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തും ആ നിലക്ക് ഉരച്ച് കഴുകുക. അതേമായി തന്നെ മുവാലാത്ത്, തെർത്തീബ് സുന്നത്തില്ല. ഒരാൾ കുലി പൗതിയാക്കിയിട്ട് വേറെന്തെങ്കിലും പണിയെടുത്തു പിന്നെ ബാക്കി കുലിച്ചാലും കുലി സഹിയാകും. പക്ഷെ തെർത്തീബും മുവാലാത്തും സുന്നത്താണ്. അതുപോലെ തന്നെ സംസാരിക്കുമ്പോൾ, കുലിക്കുമ്പോൾ സംസാരിക്കാതിരിക്കുക. പരമാവധി മറ്റൊരാളുടെ സഹായം തേടാതിരിക്കുക. അതുപോലെ തന്നെ കാരണമില്ലെങ്കിൽ തോൽത്താതിരിക്കുക. അത് പ്രത്യേകമായ സുന്നത്താണ്. കാരണമില്ലെങ്കിൽ, ചിലവർക്ക് കുലിച്ച് തല തോർത്തിയില്ലെങ്കിൽ ജലദോഷം അല്ലെങ്കിൽ തലവേദന അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രോഗങ്ങൾ വരുമെങ്കിൽ തോർത്താം. പരമാവധി ഏറ്റവും നല്ലത് തല കുലിച്ചു കഴിഞ്ഞാൽ സ്വമേധയാ ആ വെള്ളം ഉണങ്ങുക. അപ്പൊ അവരൊരു ഇഷ്കാല് വരും. KP ദേവി സ്കൂൾ എന്ന ഐഡിയയിലുള്ള സുഹൃത്തിന് ചോദിക്കാനൊരു പൂരുണ്ട്, ഫാന് ഉണക്കാൻ പറ്റുമോ അല്ലേ? പുലി കഴിഞ്ഞതിന് ശേഷം നേരെ ഫാനിൻ്റെ ചോദിക്കേണ്ടി വരിക. എന്നിട്ട് ഫാനത് സ്പീഡിൽ ഇട്ടാൽ പെട്ടെന്ന് ഉണങ്ങി കിട്ടുമല്ലോ. അങ്ങനെ ഒരു ചോദ്യം നിങ്ങൾക്ക് വരാനവിടെ വഴിയുണ്ട്. പക്ഷേ അത് സുന്നത്തിനെതിരാൻ. സ്വമേധയാ ഉണങ്ങുക. സാധാരണ ഇപ്പം നമ്മൾ പുലി കഴിഞ്ഞാണ്ടല്ലോ, അത് ഉണങ്ങേണ്ട ഒരു സമയം, അതങ്ങനെ അത് ഉണങ്ങിക്കോലും. അതാണ് അത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒക്കെ അത് സുന്നത്താ. തോർത്താതിരിക്കുക. അതൊരു പോത് ഉപകാരങ്ങൾ അതിലെന്തിനാണ്. പക്ഷേ സ്വാഭാവികമായി ചിലവർക്ക് രോഗങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ജലദോഷത്തിൻ്റെ പ്രശ്നം, തലവേദനയുടെ പ്രശ്നമുള്ളവരൊക്കെ ഉണ്ടാകും. അങ്ങനത്തെവർക്ക് അത് തോർത്താം. കാരണം ഇല്ലെങ്കിൽ അത് തോർത്താതിരിക്കലാണ് സുന്നത്ത്. അതുപോലെ തന്നെ എന്ത് ചെയ്യുക? എങ്ങനെ കുലികളൊക്കെയും കഴിഞ്ഞാൽ പിന്നെ അവിടെ മറ്റു ചില സുന്നത്തുകളുണ്ട്. കുലി നിർബന്ധമായി കഴിഞ്ഞാൽ ശരീരത്തിൽ നിന്നൊന്നും നീക്കാതിരിക്കുക, മുടിയും നഖവും ഒന്നും നീക്കാതിരിക്കുക, രക്തം പോലും നീക്കാതിരിക്കുക. പോലത്തെ അതിൻ്റെ മറ്റു സുന്നത്തുകൾ അത് ഞാൻ ഇതിലേക്ക് കൊണ്ടുവരുന്നില്ല. നമ്മൾ കുലിക്കുമ്പോഴുള്ള സുന്നത്താണ് പറയുന്നത്. അങ്ങനെ കുലി കഴിഞ്ഞതിനു ശേഷം പലവരും ചെയ്യുന്നില്ല. ഒതുണ്ടാക്കിയതിൻ്റെ ശേഷം എല്ലാവരും രണ്ട് കൈയും ആകാശത്തിലേക്ക് ഉയർത്തി കിബിലക്ക് തിരിഞ്ഞ് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു എന്ന ദുആ പലവരും ചെല്ലാറുണ്ട്. പക്ഷേ കുലി കഴിഞ്ഞാൽ ആരും ഇത് ചെല്ലുന്നില്ല. വാസ്തവത്തിൽ വുളൂഇന്റെ ശേഷമുള്ള എല്ലാ ദിക്റുകളും ദുആകളും കുലിയുടെ ശേഷവും സുന്നത്താണ്. അപ്പൊ കുലി കഴിഞ്ഞാൽ എന്ത് ചെയ്യുക? കിബിലക്ക് തിരിഞ്ഞ് രണ്ട് കൈയും ഉയർത്തി അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു എന്ന ദുആ കൊണ്ടുവരലുണ്ടാകുന്നു. അത് പ്രത്യേകമായ സുന്നത്താകുന്നു. മനസ്സിലായോ? ആ സുന്നത്ത് കൊണ്ടുവരിക. അതുപോലെ തന്നെ ഇന്നാ അൻസൽനാഹു സൂറത്തോതൽ സുന്നത്തുണ്ട് വുളൂഇന്റെ ശേഷം. അതെല്ലാം ഇവിടെ സുന്നത്താണ്. ഇനി അതും കഴിഞ്ഞതിനു ശേഷം ഈ ഹൈലുകാരിയായ സ്ത്രീകൾ പ്രസവരക്തമോ അല്ലെങ്കിൽ ഹൈലു രക്തമോ നിന്നതിൻ്റെ പേരിൽ കുലിച്ചു ശുദ്ധിയാവുന്ന സ്ത്രീകളാണെങ്കിൽ അവർക്ക് പ്രത്യേകമായൊരു സുന്നത്തുണ്ട്. അത് വലിയ ശുദ്ധി. ഈ ജനാപത്ത് കാരണമുള്ള കുലിക്കത് സുന്നത്തില്ല. ഹൈലു രക്തം നിന്നതിൻ്റെ പേരിൽ അല്ലെങ്കിൽ പ്രസവ രക്തം നിന്നതിൻ്റെ പേരിലുള്ള നിർബന്ധമായ കുലിച്ചു കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് അല്പം പഞ്ഞിയെടുത്ത്, നമുക്കിപ്പം മിസ്ക് കസ്തൂരി എന്നാണ് കിതാബിൽ കാണുക. മിസ്ക് ഒന്നും ഇപ്പം എല്ലാവർക്കും കിട്ടിക്കോന്നില്ല. നല്ല സുഗന്ധം അല്പം പഞ്ഞിയിലാക്കി ഈ ഗുഹ്യസ്ഥാനത്ത് വെക്കൽ സുന്നത്താണ്. അത് അജൂസ് കിഴവിയായ സ്ത്രീകളാണെന്ന് വെക്കുക. അങ്ങനെ ഒന്നു വെക്കുക. ഒരു കിഴവിയായ സ്ത്രീകൾക്ക് ഒരു മെൻസസ് പീരിയഡ് ഉണ്ടായിന്ന് വെക്കുക. എന്നാലും അത് സുന്നത്താണ്. അതിനൊരുപാട് ഉപകാരങ്ങളുണ്ട്. ഞാൻ ഏതോ ഒരു കിതാബിൽ കണ്ടിട്ടുണ്ട്. അങ്ങനെ സ്ത്രീകൾ ചെയ്താൽ എന്ത് ചെയ്യും? പ്രസവം എളുപ്പമാവുന്നു. ഈ ഹൈല രക്തം നിന്ന് കുലിച്ച് ശുദ്ധിയാകുമ്പോൾ ഈ പഞ്ഞി പോലോത്തതിൽ കസ്തൂരി വെച്ച് അല്ല സുഗന്ധമാക്കി ഗുഹ്യസ്ഥാനത്തിൽ അല്പം വെച്ചാൽ പ്രസവം എളുപ്പമായി തീരും എന്ന് പറഞ്ഞാൽ നോർമൽ പ്രസവം സംഭവിക്കും എന്നൊക്കെയും മഹാന്മാർ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ അവിടെ പിന്നെ ഒരു പ്രത്യേക കാര്യമുണ്ട്. ചിലപ്പം മരണത്തിൻ്റെ ഇദ്ദ ആചരിക്കുന്ന പെണ്ണാണെങ്കിൽ ആ സുന്നത്തില്ല. ഏത്? കാരണം മരണത്തിൻ്റെ ഇദ്ദ ആചരിക്കുന്ന പെണ്ണിന് സുഗന്ധം ഉപയോഗിക്കാൻ പാടില്ല. അപ്പം മരണത്തിൻ്റെ ഇദ്ദ ആചരിക്കുന്ന പെണ്ണ് ആ സമയത്ത് ഒരു മെൻസസ് പീരിയഡ് കഴിഞ്ഞ് കുളിക്കുകയാണെങ്കിൽ അത് സുന്നത്തില്ല. അതേമാതിരി തന്നെ നോമ്പുകാരിയായ പെണ്ണാണ്.
നോമ്പുള്ളവർക്ക് സുഗന്ധം ഉപയോഗിക്കൽ കറാഹത്തല്ലേ. അപ്പം നോമ്പുള്ള ഒരു പെണ്ണ് മെൻസസ് പീരിയഡ് രക്തം നിന്ന് കുളിക്കുകയാണ് എങ്കിൽ ആ സുന്നത്ത് വരില്ല. അതുപോലെ തന്നെ ഹജ്ജിന് ഇഹ്റാം ചെയ്ത പെണ്ണാണ് അങ്ങനെ വരും. ഹജ്ജിന് ഇഹ്റാം ഒരു ഹൈലുകാരിയായിരിക്കെ ഹജ്ജിന് ഇഹ്റാം ചെയ്തു, അല്ലെങ്കിൽ ഉംറയ്ക്ക് ഇഹ്റാം ചെയ്തു, അതല്ലെങ്കിൽ ഇഹ്റാം ചെയ്തതിനു ശേഷം മെൻസസ് പീരിയഡ് ഉണ്ടായി, അങ്ങനെ കുളിച്ച് ശുദ്ധിയാവുകയാണ്, ഇഹ്റാമിൽ നിന്ന് വിരമിച്ചിട്ടില്ല. അപ്പം ഇഹ്റാം ചെയ്താൽ സുഗന്ധം ഉപയോഗിക്കൽ ഹറാമാണ്. അപ്പം എന്ത് ചെയ്യണം? അങ്ങനെ ഹജ്ജിന് ഇഹ്റാം ചെയ്ത സ്ത്രീകൾ, നോമ്പുകാരത്തികളാവുന്ന സ്ത്രീകൾ, മരണത്തിൻ്റെ ഇദ്ദാചരിക്കുന്ന സ്ത്രീകൾ ഒഴിച്ചുള്ള മറ്റു സ്ത്രീകൾക്ക് ഇതെന്താകുന്നു? സുന്നത്താണ്. മനസ്സിലായോ? ഏതായിരുന്നാലും അല്ലാഹു തആല ഇത്തരം സുന്നത്തുകളൊക്കെ ചെയ്തിന് അതിൻ്റെ ശേഷം എന്ത് വേണം? ഈ കുലി കഴിഞ്ഞാൽ 2 റക്അത്ത് നിസ്കരിക്കുന്ന സുന്നത്താണ്. 2 റക്അത്ത് നമ്മൾ വുളൂഇന്റെ ശേഷമുള്ള 2 റക്അത്ത് സുന്നത്തില്ലേ, അതേ രൂപത്തിൽ കുലി കഴിഞ്ഞാലും 2 റക്അത്ത് നിസ്കരിക്കൽ എന്താണ്? സുന്നത്താണ്. ഇനി അവിടെ ഒരു കാര്യം കൂടി ഉണർത്തുന്നു. ഈ ഒളുണ്ടാക്കുക എന്ന സുന്നത്ത് നിർബന്ധമായ കുലിക്കും അത് സുന്നത്താണ്, സുന്നത്തായ കുലിക്കും അത് സുന്നത്താണ്. ചില ഇമാമിങ്ങൾ, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ മഹാമിൽ ഇമാമിനെ പോലത്തവർക്കൊരു അഭിപ്രായം ഉണ്ട്, നിർബന്ധമായ കുലിയാണെങ്കിലേ കുലിയുടെ മുമ്പ് ഒളുണ്ടാക്കൽ സുന്നത്തുള്ളൂ. ഇപ്പം നമ്മൾ പെരുന്നാൾ ദിവസത്തിൽ കുലിക്കാൻ സുന്നത്തായ കുലിയാണല്ലോ, അതല്ലെങ്കിൽ ഇഹ്റാമിന് വേണ്ടി കുലിക്കാൻ അത് സുന്നത്താണല്ലോ, അല്ലെങ്കിൽ വെള്ളിയാഴ്ച ദിവസത്തിൽ കുലിക്കാൻ അതൊക്കെ സുന്നത്താണ്. അപ്പം ഈ സുന്നത്തായ കുലിയിലാണെങ്കിലും മുമ്പ് ഒളുണ്ടാക്കൽ സുന്നത്താണ്. ഇതാണ് ഷാഫി മദ്ഹബിലെ മുഅ്തമദ്. അപ്പം സുന്നത്തായ കുലികൾക്കും ഇതെല്ലാം ബാധകമാണ്, നിർബന്ധമായ കുലികൾക്കൊക്കെ ഇത് ബാധകമാണ്. എല്ലാ ഭാഗത്തേക്കും വെള്ളം ചേർക്കുക. നിർബന്ധമായ കുലിയിൽ വെള്ളം ചേരേണ്ട എല്ലാ ഭാഗത്തേക്കും വെള്ളം ചേർന്നാലേ കുലി സഹിയാവുള്ളൂ. സുന്നത്തായ കുലിയിൽ വെള്ളം ചേരൽ നിർബന്ധമായ എല്ലാ ഭാഗത്തേക്കും വെള്ളം ചേർന്നാലേ കുലിയുടെ സുന്നത്ത് കിട്ടുള്ളൂ, അല്ലെങ്കിൽ കുലി പൂർണ്ണാവൂല, സുന്നത്ത് നഷ്ടപ്പെടുന്നു മാത്രം. അപ്പം ഏതായിരുന്നാലും ഇത്തരം സുന്നത്തുകൾ ഏകദേശം 28ഓളം സുന്നത്തുകൾ വിശദീകരിക്കുന്നുണ്ട്. കുലിയുടെ സുന്നത്ത് ഏകദേശം അതിലധികം സുന്നത്തുകൾ പറഞ്ഞവരൊക്കെയും ഉണ്ട്. എല്ലാ സുന്നത്തുകളും പരിഗണിക്കാൻ സാധിക്കുന്നില്ലെങ്കിലും പരിപൂർണമായി പരമാവധി ഇതെല്ലാം ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. അല്ലാഹു തആല പല നല്ല കാര്യങ്ങളും കേൾക്കുമ്പോൾ ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ട്. അല്ലാഹു അവർക്കത് ചെയ്യാനും പറയുന്ന എന്നെ പോലത്തവർക്ക് ഇതെല്ലാം ചെയ്യാനുമുള്ള തൗഫീഖ് അല്ലാഹു നൽകുമാറാവട്ടെ എന്ന് പറഞ്ഞ് നമ്മൾ ഈ കിബിലക്ക് മുന്നിലാണുള്ള സുന്നത്ത് പലപ്പോഴും നമ്മൾ ആരും ശ്രദ്ധിക്കുന്നില്ല. നമ്മളെ വീട്ടിലൊക്കെ ടാപ്പ് ഫിറ്റ് ചെയ്യുമ്പോഴും ബാത്റൂമിൽ ഷവർ ഫിറ്റ് ചെയ്യുമ്പോഴും ഒരു ശ്രദ്ധ ഇത്തരം കാര്യത്തിലുണ്ടായാൽ നമ്മുടെ വീട്ടിലെ സഹോദരിമാർ മക്കളൊക്കെയും പല പ്രാവശ്യം സുന്നത്തായ നിർബന്ധമായ കുലിക്കുന്നവരാണല്ലോ. അവർക്കൊക്കെ ആ സുന്നത്ത് കിട്ടാൻ ഒരു ഉപകാരമാവും. വീട് പണിയിൽ ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നത് നല്ലതാണെന്നും ഉണർത്തി ഇൻഷാ അല്ലാഹ് ഇനി മറ്റ് എന്തെങ്കിലുമൊക്കെ സംശയങ്ങൾ ഇത് സംബന്ധമായി ഉണ്ടായേക്കാം. ഞാൻ പൂർണ്ണമായും കടന്നതല്ല. നമ്മുടെ സവാമ ചോദിച്ചപ്പോൾ അത് സുന്നത്താണ്. അതായത് അത് കല്യാണം കഴിച്ച് അതാ ഞാൻ പറഞ്ഞില്ല, മെൻസസ് പീരിയഡ് നിന്ന് രക്തം കുളിക്കുമ്പോൾ മെൻസസ് രക്തം നിന്ന് കുളിക്കുമ്പോൾ അത് കല്യാണം കഴിച്ചോല് കല്യാണം കഴിക്കാത്തോല് എന്നില്ലല്ലോ. ആ ചോദ്യം കല്യാണം കഴിക്കാത്ത പെൺകുട്ടികൾക്കും പറ്റുമോ സുഗന്ധം? ഈ സുന്നത്തുണ്ട്. അതിപ്പോൾ കാരണം ഭർത്താവില്ലാത്ത സ്ത്രീകൾ സുഗന്ധം ഉപയോഗിക്കൽ ഹറാമാണെന്ന് പറഞ്ഞത് പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ്. ഇത് വീട്ടിൻ്റെ അകത്തല്ലേ, അവർ കുലി കഴിഞ്ഞാൽ വീട്ടിൻ്റെ അകത്തല്ലേ. അപ്പം അത് എല്ലാവർക്കും സുന്നത്താണ്. അവിടെ കല്യാണം കഴിഞ്ഞവർ അപ്പം ആ ചോദിച്ച ആരും മനസ്സിലാക്കിയതെന്താ? തമാശ പറയാത്തോ, ചോദിച്ചാലും മനസ്സിലാക്കിയത് പുതിയാപ്പിളക്ക് വാസന ഉണ്ടാവാനാണ്. ഇത് പുതിയാപ്പിളക്ക് വാസന ഉണ്ടാവാനല്ല. ഇത് ആ 5-6 ദിവസം അല്ലെങ്കിൽ കുറച്ച് ദിവസം അവിടെ ബതക്കായി നിൽക്കുകയാണ്. അപ്പം അതൊന്ന് സുഗന്ധമുള്ളതാക്കാന്നുള്ളതാ. ഒരു ഭർത്താവുമായി ബന്ധപ്പെട്ടൊരു മസലല്ല അത്. ഇനി അതൊന്നും കിട്ടിയില്ലാന്ന് വെക്കുക. ഫിഖിന്റെ കിതാബ് പറയുന്നുണ്ട് സുഗന്ധം കിട്ടാനില്ലെങ്കിൽ അല്പം മണ്ണ് വെക്കൽ സുന്നത്താണെന്നുണ്ട്. മണ്ണും കിട്ടാനില്ലെങ്കിൽ ചില ഇപ്പം കല്ലെങ്കിലും വെക്കണം എന്നാണ്. ഞാൻ അത്ര ഇതിലേക്ക് ഇപ്പോൾ കൂടുതലായിട്ട് കിടക്കണില്ല. ചിലപ്പോൾ ഇങ്ങനെ കല്ല് തരാൻ സാധ്യത ഉണ്ട്. സുഗന്ധവും കിട്ടാനില്ല, അല്ലെങ്കിൽ വേറൊന്നും കിട്ടാനില്ല. ഒന്നുമില്ലെങ്കിൽ എന്തെങ്കിലും സുന്നത്താണ്. പഞ്ഞിമ്മ വെള്ളമെങ്കിലും ആക്കിയിട്ട് വെക്കൽ സുന്നത്താണെന്നുണ്ട്. പഞ്ഞിമ്മ കുറച്ച് വെള്ളമാക്കിയിട്ട് തൽക്കാലം അതൊന്ന് വെക്കുക. ചെറുച്ചാനല്ല പറഞ്ഞ് ചെയ്യാനത് പറഞ്ഞത്. ഇതൊന്നും ഇപ്പോൾ പല പെണ്ണുങ്ങളും ചെയ്യുന്നില്ല.
ഇതൊക്കെ ചെയ്താൽ വലിയ ബർക്കത്താ. ഞാൻ അപ്പം അതിൻ്റെ മറ്റു വിഷയത്തിലേക്ക് കടക്കല്ല. അപ്പോൾ ഒന്നുമില്ലെങ്കിൽ ഉപ്പും കല്ല്, പിന്നെ നീരോ പുകയോ അതൊക്കെ വേറെ കാര്യം. അപ്പോൾ ആ ഭാഗം സുഗന്ധം കിട്ടാത്ത പ്രശ്നമില്ലല്ലോ. നമ്മളിപ്പോൾ ഞാൻ ഈ മണ്ണ് ഇപ്പിൻ്റെ മസാലയിലേക്ക് കടക്കാതിരിക്കാൻ കാരണം എന്താണെന്ന് അറിയോ? കാരണം അതിൻ്റെ ഒരു ആവശ്യം ഇപ്പം ഇന്നത്തെ കാലത്തില്ല. കാരണം എന്തായാലും നല്ല സുഗന്ധം കയ്യിലില്ലാത്ത ഒരാളും ഉണ്ടാവില്ലല്ലോ. അല്ലെങ്കിൽ ഗൾഫിലുള്ള ഭർത്താക്കന്മാരോട് പറയാം, നല്ല സുഗന്ധം എത്തിച്ചു തരാൻ പറയാം. അപ്പം അതൊക്കെ വലിയ സുന്നത്താണ്. അള്ളാഹു തആല ഇൻഷാ അള്ളാഹ് എനിക്ക് പ്രതീക്ഷയുണ്ട്. എല്ലാവരും ഇല്ലെങ്കിൽ എല്ലാ സുന്നത്തും പരിഗണിച്ചില്ലെങ്കിൽ ഏതെങ്കിലും കുറച്ച് സുന്നത്തെങ്കിലും പരിഗണിച്ച് ഇങ്ങനൊരു കുലിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അള്ളാഹു തആല തൗഫീഖിനെ പ്രദാനം ചെയ്യുമാറാവട്ടെ. ഇനി ബാക്കി എന്തെങ്കിലും നിർബന്ധ കുലി, അതിപ്പോൾ ഇങ്ങനെ ചുരക്ക് മുമ്പേ പറഞ്ഞതാണ്, പറഞ്ഞെന്നിങ്ങനെ പറയാനാവൂല ചിത്ത. നിർബന്ധ കുലിയിൽ എണ്ണമയം ഉള്ളത് കുഴപ്പമുണ്ടോ? പുറത്ത് കാണാം, അത് ഒറ്റക്ക് കഴുകുമ്പോൾ പ്രയാസമാകും. ഗൾഫിലൊക്കെ ഒരു റൂമിൽ ഫുഡും ഉറക്കം ഒക്കെ അങ്ങനെ ഇങ്ങനെ അപ്പം നമുക്ക് മനസ്സിലായി. അപ്പം അങ്ങനെ ചോദ്യം, അതായത് എണ്ണമയം ഉണ്ടായിച്ചിട്ട് കുഴപ്പമില്ല. ഒരാളെന്ത് ചെയ്തു, ശരീരത്തിൽ ഒന്നായിട്ട് എണ്ണ തേച്ചു, ശരീരത്തിൽ ഒന്നായിട്ട് എണ്ണ തേച്ചിട്ട് ഒന്നാണ് കുളിച്ചു നിൽക്കുക, ഒരു കുഴപ്പമില്ല. എണ്ണമയം എന്തിനെ തടസ്സപ്പെടുത്തൂല? വെള്ളം ചേരലിനെ തടസ്സപ്പെടുത്തൂല. നേരെ മറിച്ച് അവരെ കട്ട പിടിച്ചിരിക്കുന്നുണ്ട്. ഇപ്പം ഞാൻ ഉദാഹരണം പറയാം, നെയ്യ്. ഇപ്പം നമ്മൾ കുറച്ച് നെയ്യ് അത് ശരീരത്തിൽ തേച്ചതാണ്, അല്ലെങ്കിൽ മെഴുക് പോലത്തത് തേച്ചിട്ട് ആ മെഴുക് അവരെ പറ്റി പിടിച്ചിരിക്കുന്നുണ്ട്. നല്ല കയ്യേറ്റിങ്ങോട്ട് തോണ്ടിയാൽ അതിങ്ങോട്ട് പോരും. അപ്പം അങ്ങനെ ആകുമ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് വെള്ളം ചേരൂല. സാധാരണ ഇപ്പം നമ്മളെ ഈ ക്രീമുകളൊക്കെ ഉണ്ട്, വാസലിയം പോലത്തെ ക്രീമുകൾ. വാസലിയം തേക്കാൻ പറ്റുമോ ഇല്ലേന്നാലിപ്പോൾ ഷിയാബ് കുലിക്കല്ല, നമ്മളെ ഷിയാബ് കുലിക്കാൻ ഒരു പിക്ചർ നമ്മളെ ക്ലാസ്സിൽ വളരെ മുന്നേ ഉണ്ടാക്കിയതിന് അതിലെന്തൊക്കെ ചേർക്കുന്നുണ്ട്, അങ്ങനെ എങ്ങനെയൊക്കെ മാറ്റി എന്തോ ആവട്ടെ. നമ്മൾ ഈ വാസലിയം പോലത്തെ ക്രീമുകളൊക്കെ ഉണ്ടാവുമല്ലോ, എന്താ നിവ്യ, അങ്ങനെ പല ക്രീമുകളുണ്ട്. അതൊക്കെ ചിലപ്പോൾ നമ്മൾ ഈ കുലി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഒന്ന് കയ്യുമ്മയും കാലുമൊക്കെ ഒന്ന് തേക്കും. എന്നിട്ട് നമ്മൾ അങ്ങനെ കുറച്ച് കഴിഞ്ഞ് പോയിട്ട് ലുഹുസ്കരിക്കാനൊക്കെ വേണ്ടി ഒതുണ്ടാക്കും. അതുകൊണ്ടൊന്നും കുഴപ്പമില്ല. അപ്പം എണ്ണമയം ശരീരത്തിലുണ്ടായി എന്നതുകൊണ്ട് ഒളു സഹിയാവാതിരിക്കൂല, കുലി സഹിയാവാതിരിക്കൂല. പക്ഷേ വെള്ളം ചേരുന്ന രൂപത്തിലുള്ള തടസ്സമില്ല ഞാൻ മതി എന്നും ഉണർത്തുന്നു. ഇനി പിന്നെ ഇവിടേക്കും വേറെയും കുറേ മസാലകളുണ്ട് കേട്ടോ. അതൊന്നും ഇപ്പോൾ വല്ലാതെ ഇന്നത്തെ കാലത്ത് ആവശ്യമില്ല. ഈ 3 പ്രാവശ്യം മുങ്ങി കുളിക്കുന്ന മസാല പറഞ്ഞോട്ടെ, ചില മസാല ഇപ്പം നമ്മൾ കുളം പുഴം പോലത്തതിനൊക്കെ കുളിക്കുകയാണെങ്കിൽ 3 പ്രാവശ്യം ഇത് മുങ്ങിയാൽ മതി. അപ്പം എന്ത് ചെയ്യും, 3 പ്രാവശ്യം ആയ കൂലി കിട്ടും. ഇന്നിപ്പോൾ ആരും പുഴയെ പോയിച്ചും കുളത്ത് പോയിച്ചൊന്നും കുളിക്കുന്ന പരിപാടി ഇല്ലല്ലോ. എല്ലാവരും ഇപ്പോൾ ഈ ബാത്റൂമിൽ നിന്നല്ലേ. അപ്പം പിന്നെ ഇനിയിപ്പോൾ അമ്മാതിരി മസാലകളൊന്നും ഇന്നത്തെ കാലത്ത് അത്ര പ്രായോഗികമല്ല. ഏതായാലും സമയം വൈകുന്നത് കൊണ്ട് അതിലേക്ക് ഞാനിപ്പോൾ കടക്കുന്നുമില്ല. മറ്റേതെങ്കിലും സന്ദർഭങ്ങളിൽ ആവശ്യം പോലെ വിശദീകരിക്കാം. ഞാൻ എന്തെങ്കിലും തമാശ മസാല തിരിയാൻ വേണ്ടി ചിലപ്പോൾ എന്തെങ്കിലും തമാശ പറഞ്ഞിട്ടുണ്ടാവും. ക്ലാസ് കേൾക്കുന്ന സഹോദരിമാരുണ്ടാവും, അവരിന്നോട് വെറുപ്പൊന്നും വിചാരിക്കരുത്. പിന്നെ അതേമായിക്കുന്ന ഒരു കാര്യം കൂടി ഉണർത്തുകയാണ്, ഇതൊക്കെ പല മസാലകളും നമ്മളിത് മുമ്പ് പറഞ്ഞതാണ്, ഞാൻ ആവർത്തിച്ച് പറഞ്ഞതല്ല. ഒരുപാട് ഗ്രൂപ്പിലൂടെ നമ്മുടെ ക്ലാസ്സുകൾ ഓടിക്കൊണ്ടിരിക്കുന്നു. പഴയ നമ്മുടെ KMIC-യുമായി യാതൊരു ബന്ധവുമില്ലാത്ത ഒരുപാട് പുതിയ ശ്രോതാക്കൾ നമ്മുടെ ഗ്രൂപ്പിലൂടെ കടന്നു വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ആ ഗ്രൂപ്പിലൊക്കെയുള്ള സഹോദരിമാർ ഇത്തരം മസാലകൾ, ഈ മനിയെ പുറപ്പെട്ടാൽ 2ാമത് കുലി നിർബന്ധമാകുന്ന പല മസാലകളും ഉസ്താദിനോടൊന്ന് പറയൂ എന്ന് ആവശ്യപ്പെട്ടത് കൊണ്ട് ആവർത്തിച്ചതാണ്, ക്ഷമിക്കണമെന്ന് പറഞ്ഞ് അല്ലാഹു തആല നമ്മുടെ ജീവിതത്തിൽ ഇനിയും ഒരുപാട് ഹൈറായ സുന്നത്തായ അമലുകളൊക്കെ പഠിച്ച് അതെല്ലാം കൂട്ടി അമൽ ചെയ്യാനുള്ള തൗഫീഖ് അല്ലാഹു